بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. മാന്യ സഹോദര സഹോദരിമാരെ, സദസ്യരെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയുമെല്ലാം ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, സർവശക്തനായ രാജാതിരാജനായ സിംഹാസനത്തിൻ്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി അടിമകളായി വർത്തിക്കാൻ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, നാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എളിയ സേവനം നമ്മിൽ നിന്ന് ഒരു സൽക്കർമ്മമായി റബ്ബ് സ്വീകരിക്കട്ടെ. അതിൽ നമുക്കേവർക്കും ആത്മാർത്ഥത നൽകട്ടെ. കഴിവിൻ്റെ പരമാവധി വിജയത്തിൽ നിന്നിട്ട് വിജയത്തിലേക്കും പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്കും നമ്മുടെ പ്രവർത്തനത്തെ തള്ളിക്കൊണ്ടുപോകാനുള്ളതായ തൗഫീഖ് റബ്ബ് എല്ലാവർക്കും നൽകട്ടെ. കേൾക്കുന്നതായ ഉപദേശങ്ങൾ അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹ്, ഉപദേശങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അതിൽ മെച്ചപ്പെട്ട ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങളെ പകർത്തുന്നവരെന്ന് റബ്ബ് വിശേഷിപ്പിക്കുകയും അവരാണ് സന്മാർഗികൾ, അവരാണ് അല്ലാഹ് സെലക്ട് ചെയ്തവർ, അവരാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവർ, അവരാണ് ഹൃദയത്തിൽ തഖ്വ കയറിയവർ, അവരാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ എന്നത് പരിഗണിച്ചുകൊണ്ട് തന്നെ
ആ ഭാഗം സംസാരിക്കുന്ന ഇവനും കേൾക്കുന്ന നിങ്ങൾക്കും നടപ്പാക്കാനുള്ളതായ തൗഫീഖ് റബ്ബ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നാം വ്യത്യസ്ത വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ ചർച്ച ചെയ്യാറുണ്ടെങ്കിലും സ്ഥിരമായി ക്ലാസ്സിന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട, ഗ്രഹിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട പല കാര്യങ്ങൾ, പല സബ്ജക്റ്റുകൾ, പല വിഷയങ്ങൾ ഇവിടെ കർമ്മപരമായതും മറ്റു ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ടതുമായ പ്രധാന കാര്യങ്ങളിൽ നിന്ന് നാം ആരംഭിച്ച് വെച്ചതായ, പൂർത്തിയാക്കാത്തതായ, പരിപൂർണമാക്കേണ്ടതായ സബ്ജക്റ്റുകൾ ശേഷിക്കുന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അതിൽ പെട്ടതാണ് നീണ്ട കാലം പറഞ്ഞതും പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതും പറഞ്ഞാൽ പൂതി കെടാത്തതും അപ്രകാരം തന്നെ എത്ര തന്നെ കേട്ടാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കുന്ന കാര്യമായതുകൊണ്ട് തിരുത്തേണ്ടി വരുന്നതും തെറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതും അപ്രകാരം തന്നെ ഓർമ്മ പുതുക്കേണ്ടതുമായ ഒരു സബ്ജക്റ്റാണല്ലോ 17 പ്രാവശ്യം റബ്ബുൽ ഇസ്സത്തിൻ്റെ 17 റക്അത്ത് 5 പ്രാവശ്യത്തിലൂടെ റബ്ബുൽ ഇസ്സത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാം ചെയ്യുന്നതായ ആ മഹാ അമൽ. അഖീദ കഴിഞ്ഞാൽ, വിശ്വാസപരമായ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഏറ്റവും പ്രാധാന്യം ഇസ്ലാം നൽകിയതും അത് ആഴത്തിലിറങ്ങി ഓരോ മുസ്ലിം, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖിയാണെങ്കിൽ, വിജയികളാവണമെന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ, അള്ളാഹ് അങ്ങനെയാണ് ഖുർആനിൽ പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വിജയിച്ചുപോയി എന്നാണ്. ആദ്യം തന്നെ റബ്ബ് വിജയമാണ് പറയുന്നത്. ആരാണെന്നുള്ളത് പിന്നെയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളാണ് വിജയിച്ചത്. ആരാണ് ആ സത്യവിശ്വാസികൾ? എല്ലാവരും സത്യവിശ്വാസികളാവുന്നതല്ല. എല്ലാവരും പറയുന്നതായ ആ പദത്തിനും ആ അഡ്രസ്സിനും യോജിച്ച് ഒത്തു ജീവിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല. പലരും പറയുന്നത് വേറെ, പ്രവർത്തിക്കുന്നത് വേറെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആരാണ് അവരെന്ന് റബ്ബ് തന്നെ വിശേഷിപ്പിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവര് നമസ്കരിച്ചാൽ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരായിരിക്കും. ഇതാണ് അപ്പോൾ അത്രയും പ്രാധാന്യം നൽകുന്നതായ ആ നമസ്കാരത്തിൽ ഖുശൂഅോടുകൂടി ആയിരിക്കണമെന്നത് റബ്ബൂന്നി പറയുന്ന നമസ്കാരത്തിൽ, നാം ദൈനംദിനം നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്ന നമസ്കാരത്തിൽ, ആ നമസ്കാരം കട്ടായിപ്പോയാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ളതായ ആ വയറ്, ആ ബന്ധം, ആ സിൽക്ക് കട്ടായതിനോട് തുല്യമാണ് എന്ന് ഇവിടെ വിശേഷിപ്പിക്കാറുള്ള ആ നമസ്കാരത്തെ നാം അതിൻ്റെ ആധികാരികതയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ എല്ലാ നിബന്ധനകളും ഒത്ത രൂപത്തിലാവാൻ വേണ്ടി അത് നൽകിയും കൊണ്ട് തന്നെയായിരിക്കണം മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. മൻ സല്ലാ സലാതനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ ഫദാലിക്കൽ മുസ്ലിം ഫദാലിക ഹുവൽ മുഅ്മിൻ, അവനാണ് സത്യവിശ്വാസി. സത്യവിശ്വാസി ആരാണ്? നാം നമസ്കരിക്കുന്ന നമസ്കാരം നമസ്കരിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം അത് പറഞ്ഞറിയിക്കേണ്ടതില്ല. റസൂൽ നമസ്കരിച്ചതുപോലെ 5 വഖ്തായിരിക്കണം, 3 വഖ്താകാൻ പാടില്ല. അപ്പോൾ 3 വഖ്തുകാർ നമ്മുടെ നമസ്കാരക്കാരല്ല. അതുകൊണ്ട് തന്നെ റാഫിദുകളെ പോലത്തതായ ഷിയാക്കൾ 5 വഖ്താണെങ്കിലും 3 സമയത്തിലൂടെയായിരിക്കും, 3 ടൈമിലൂടെയായിരിക്കും. പല ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന നാം വിശേഷിപ്പിക്കാറുള്ള ഖുർആനും സുന്നത്തും അനുസരിച്ച് സഹാബാക്കൾ ജീവിച്ച, താബിഈങ്ങൾ ജീവിച്ച, മദ്ഹബിൻ്റെ ഇമാമുകൾ ജീവിച്ച ആ റൂട്ട് കൈക്കൊള്ളാത്തവരായിരിക്കും. അങ്ങനെയുള്ളവരുടെ നമസ്കാരം നമ്മുടെ നമസ്കാരമല്ല, അവൻ സത്യവിശ്വാസി എന്ന് നമുക്ക് പറയാനും പറ്റുന്നതല്ല ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ. അപ്പോൾ മൻ സല്ലാ സലാതന, നമ്മുടെ നമസ്കാരം നമസ്കരിക്കണം. നമ്മുടെ നമസ്കാരം ആരാണ്? നാം സത്യവിശ്വാസികളായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ നമസ്കരിച്ചു വരുന്നതായ നമസ്കാരം, അവര് നമസ്കരിച്ച നമസ്കാരത്തിൽ നാം കേരളത്തിലും അതുപോലെ ലോകത്തിൽ പലയിടങ്ങളിലും കേൾക്കാറുള്ളത് പോലെ, സഹോദരന്മാരെ സഹോദരികളെ, പറഞ്ഞു വരുന്നത് നമ്മുടെ സബ്ജക്റ്റ്
പലപ്പോഴും അദ്ദേഹം വളരെ പഴയ വിഷയം പറയാണ്, വളരെ പഴഞ്ചത്വമുള്ള വിഷയമാണ്. എന്ത്? എല്ലാവരും പറയല നമസ്കാരം അറിയാത്തവരാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയും. അതേസമയത്ത് നമസ്കാരത്തിൻ്റെ കൃത്യമായ പരിപൂർണമായ രൂപം ഓരോരുത്തരോടും ചോദിക്കപ്പെടുകയാണെങ്കിൽ 100-ൽ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ആക്ഷേപിച്ചെന്ന് പറയും, 90% ആൾക്കാർ അങ്ങനെയാണ്. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ഹദീസ് വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. അബൂദർദാ പറയുന്നു, പള്ളിയിൽ വെച്ചിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നവരിൽ പരിപൂർണമായ നമസ്കാരം നമസ്കരിച്ചവനെന്ന് പറയാൻ പറ്റുന്ന ഒരാളെപ്പോലും കാണാൻ പറ്റാത്തതായ പള്ളികളുണ്ട് എന്ന് അബൂദർദാ സഹാബിയുടെ കാലഘട്ടത്തിൽ തന്നെ പറയാണ്. മനസ്സിലായില്ലേ? പരിപൂർണമായി നമസ്കരിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി പോലും ഇല്ലാത്ത പള്ളികളുണ്ട്, ജാമിയകളുണ്ട് എന്ന് തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്. അതുകൊണ്ടാണ് നാം പറഞ്ഞത് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ പറഞ്ഞതും ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നതും സഹിഹാണെന്ന് നാം സ്ഥാപിച്ചതുമായ ഹദീസിൽ നമസ്കാരത്തിൽ ഒരു മനുഷ്യന് ഉശുറുഹാ തുസ്ഉഹാ സുമനുഹാ സുബഉഹാ സുദുസുഹാ ഖുംസുഹാ റുബഉഹാ സുലുസുഹാ നിസ്ഫുഹാ. അതിന്റെ അർത്ഥം, നമസ്കാരത്തിൽ ഒരാൾ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് നമസ്കാരത്തിൽ എത്ര കണ്ട് ഭക്തിയോടുകൂടി, എത്ര കണ്ട് ആ നിബന്ധന ഒത്തുകൊണ്ട് നമസ്കരിക്കുന്നുവോ അത്ര കണ്ട് പ്രതിഫലം ലഭിക്കുന്നു. പേരിന് അശ്രദ്ധനായി നിസ്കരിച്ച ആളാണെന്ന് പറയാം. വാജിബ് വീട്ടാൻ പോയി, ഫർദ് വീട്ടാൻ പോയി, കാട്ടും പോലെ കാട്ടി. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞ രൂപത്തിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, കൃകൃത്യം അള്ളാഹിന്റെ അടുക്കൽ അതുപോലെ തന്നെ നന്മയാണെങ്കിൽ അത് അണുവിൻ്റെ അത്ര ആണെങ്കിലും റബ്ബുൽ ഇസ്സത്ത് കാണുക തന്നെ ചെയ്യും, പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ നാം നമസ്കരിക്കുന്ന നമസ്കാരം 1 10 ഭാഗം. അപ്പോൾ ഒരാൾ നമസ്കരിക്കുന്നത് 10 മിനിറ്റ് ആണെങ്കിൽ അദ്ദേഹം 1 മിനിറ്റ് മാത്രമാണ് ശ്രദ്ധിച്ച് നിസ്കരിച്ചതെങ്കിൽ അദ്ദേഹത്തിന് 1 മിനിറ്റിൻ്റെ കൂലി കിട്ടും. 9 മിനിറ്റ് പോയി, നഷ്ടപ്പെട്ടു. ആര് പറയുന്നു? റസൂൽ പറയുന്നു. ഉശുറുഹ, പിന്നെ തുസ്ഉഹ, പിന്നെ സുമനുഹ, പിന്നെ സുബഉഹ, പിന്നെ സുദുസുഹ. അപ്പോൾ റസൂല് വെറുതെ പറയില്ലല്ലോ, വഹയിലൂടെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഷിട്ടികളിലുണ്ട് എന്ത്? അശ്രദ്ധരായിട്ട് നമസ്കരിക്കുന്നവർ. അള്ളാഹ് പറയും പോലെ അതൊന്നും എൻ്റെ ശ്രദ്ധയിൽ നിന്നിട്ടോ ഞാൻ കാണാതെയോ എൻ്റെ പ്രതിനിധികൾ കുറിക്കാതെയോ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, അവർ കുറിക്കാതെയോ നിങ്ങൾക്ക് കാട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ നിസ്കാരം മുതൽ തുടക്കം മുതൽ അവസാനം വരെ എഴുതപ്പെടുന്നുണ്ട് കൃത്യമായിട്ട്. എന്തിന്? ഈ നാം നമസ്കരിച്ച് വരുന്നു, നാം അമൽ ചെയ്തു കൂട്ടുന്നു, നാം ദിക്ർ ചെയ്തു കൂട്ടുന്നു, നാം പല 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 ധർമ്മങ്ങളും ചെയ്യുന്നു, പല പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു. ഇതൊക്കെ വെറുതെയോ? അല്ല. ഇതൊക്കെ നാം എന്തിനു ചെയ്യുന്നു? നമുക്കറിയാം, ഇത് കൃത്യമായി കണക്ക് കൂട്ടുന്ന ഒരു റബ്ബുണ്ട്. അള്ളാഹ് കൃത്യമായി ക്ലിപ്തമാക്കിയിട്ടുണ്ട്. അവരാണെങ്കിൽ മറന്നിട്ടുമുണ്ട്. ഖുർആൻ അവർ ഷിട്ടികൾ പണ്ടേ മറന്നു. നാം ഇന്നലെ എന്താ നിങ്ങൾ ഭക്ഷണം കഴിച്ചെന്ന് വെച്ചാൽ പറയാം, ചില ആൾക്ക് സാധിച്ചോണമെന്നില്ല. ഇന്നലെ ഉച്ചഭക്ഷണം, പിന്നെ ദൂരത്തെ കാര്യം അങ്ങനെയല്ല. റബ്ബിൻ്റെ അടുക്കൽ ചെറുത് മുതൽ വലുത് എത്ര വർഷമാണെങ്കിൽ കൃത്യമായിട്ടാണ് എഴുതപ്പെടുക. അതുകൊണ്ട് റസൂൽ പറയുന്നത് 10-1, 9-1, 8-1, 7-1, 6-1, 5-1, 4-1, 3-1 പകുതി. മീതെ നിന്ന് താഴേക്ക് ഇറങ്ങിയതാണ് റസൂൽ. മീതെ പകുതിയാണല്ലോ അല്ലേ? പകുതി മീതെ. മനസ്സിലായില്ലേ? 3 ഭാഗം എന്നല്ലാതെ ഫുള്ളായി എന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഫുള്ളായി പരിപൂർണ നമസ്കാര പ്രതിഫലം ലഭിക്കുന്ന ആളില്ല എന്നർത്ഥമില്ല. അതേ സമയത്ത് അവർ വളരെ പരിമിതമാണ് എന്ന അതിനർത്ഥമുണ്ട്. അങ്ങനെയുള്ളവർ വളരെ പരിമിതമായിരിക്കും, വളരെ കുറച്ചമായിരിക്കും. നാം അതിൽ പെടണം. അതാണ്. അപ്പോൾ ഈ പറയുന്ന നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ ഈ വിഷയം ചർച്ച ചെയ്ത ക്ലാസ്സിൽ എവിടേക്ക് എത്തിയിരുന്നു? അതിൻ്റെ ഭാഷാർത്ഥം പറഞ്ഞിരുന്നു.
ഓർക്കുന്നുണ്ടല്ലോ, ഭാഷാർത്ഥം പറഞ്ഞിരുന്നു. വെറും ഭാഷാർത്ഥം മാത്രമാണ് ഇവിടെ വിശദീകരിച്ചത്. നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം എന്ത് പഠിച്ചു? നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷാർത്ഥം? പ്രാർത്ഥന. നമസ്കാരം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. ഏത് ഭാഷയിലും പ്രാർത്ഥന എന്നതാണ്. അങ്ങനെ പ്രാർത്ഥന എന്ന വിശാലമായ ആ അർത്ഥത്തിന് നാം കഴിഞ്ഞ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ വിശദീകരിക്കുകയും ചെയ്തു. അതിൻ്റെ സാങ്കേതികാർത്ഥമോ അഥവാ ഇസ്ലാം സാധാരണ പ്രാർത്ഥനയല്ല നമ്മളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത്. മൂന്നൊക്തുകാർ പറയും പോലെ, മൂന്നൊക്തുകാർ പറയുമ്പോൾ അവർ മൂന്നൊക്ത് നിസ്കരിക്കുന്നില്ല കേട്ടാ. മൂന്നൊക്തിൽ അഥവാ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് ക്രിസ്ത്യാനികൾ കാട്ടും പോലെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടല. അവർക്ക് ഒരു പ്രത്യേക റുക്കോ, ശരി നാം പറയുന്ന റുക്കോ, നാം പറയുന്ന സുജൂദോ, നാം പറയുന്ന ഫാത്തിഹയോ, നാം പറയുന്ന രൂപത്തിലുള്ള ഷർത്തോ ഫർദോ ഒന്നും തന്നെ അവരുടെ നിസ്കാരത്തിനില്ല. അതുകൊണ്ട് അതൊരു പ്രഹസനമാണ്, അത് ദീൻ കൊണ്ട് കളിയാക്കലാണ് യഥാർത്ഥത്തിൽ മൂന്നൊക്താരുടെ നമസ്കാരം. അത് പോകട്ടെ, അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, അള്ളാഹു അവരെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ, അള്ളാഹു അവർക്ക് ഖുർആനിലൂടെ സുന്നത്തിലൂടെ അതാണല്ലോ പ്രശ്നം. സുന്നത്ത് അംഗീകരിക്കുന്നില്ല. സുന്നത്തിലൂടെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും എത്താനും എന്നിട്ട് സത്യം മനസ്സിലാക്കാനും ഈ മതത്തിലേക്ക് പോയവർ മടങ്ങി വരാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മദീനയിൽ വെച്ചിട്ട് പറഞ്ഞു വരുന്നത്, നാം ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇസ്ലാം സാങ്കേതിക അർത്ഥത്തിൽ പറയുന്ന നമസ്കാരമാണ് ഇവിടെ ചർച്ച. സാങ്കേതിക അർത്ഥത്തിൽ പറയുന്ന നമസ്കാരം, അതിലാണ് മഹാത്മാക്കളെല്ലാം സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പള്ളിയിൽ കയറി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ അംറുബ്നു അബ്സത സുലമി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ്. അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങളൊക്കെ അർപ്പിക്കേണ്ടതുപോലെ അർപ്പിച്ചു, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഹൃദയം തട്ടിയും കൊണ്ട് നമസ്കരിച്ചു. എന്നിട്ട് ആ നമസ്കാരത്തിനോട് വിട വാങ്ങിക്കഴിഞ്ഞാൽ എന്താ റസൂൽ പറഞ്ഞത്? അന്നുമ്മ പ്രസവിച്ച മക്കളെ പോലെ അവൻ പള്ളിയിൽ നിന്നിട്ട് പുറത്തു പോകുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. റവാഹു മുസ്ലിം. നീണ്ട ഹദീസാണ്. അംർ ഇബ്നു അബ്സ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇത് 832 നമ്പർ ഹദീസിലേക്ക് മടങ്ങാം, സഹീഹ് മുസ്ലിമിൽ. സുബ്ഹാനല്ലാഹ്, ഇത്രയും കൂടുതൽ പ്രതിഫലമോ? എന്തേ? ഹൃദയം തട്ടി നമസ്കരിക്കാൻ സാധിക്കൂല. ആർക്ക്? നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിച്ചവനല്ലാതെ. ശ്രദ്ധിക്കുക, അടിവരയിടുക. നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിച്ചവനല്ലാതെ ഹൃദയം തട്ടി നമസ്കരിക്കാൻ സാധിക്കൂല. പിശാചിന്റെ ശല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്തേ? അവൻ നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കിയിട്ടില്ല. അതെങ്ങനെയാണ്? നമസ്കാരത്തിന് മുമ്പിൽ പറഞ്ഞ കേരളക്കാർ പ്രത്യേകം പറയാറുള്ള ഇന്ന സലാത്തി ഒനുസുഖി ഒമഹ്യായ, എൻ്റെ ജീവിതമാസകലം. അപ്പോൾ ആ ജീവിതത്തിൽ നമസ്കാരക്കാരൻ്റെ ജീവിതത്തിൽ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരമായി കഴിഞ്ഞാൽ അവൻ പിന്നെ കളവ് പറയുന്നവന് അല്ല, തട്ടിപ്പല്ല, വെട്ടിപ്പില്ല, അനാചാരമില്ല, അക്രമമില്ല, ഏഷണിയില്ല, ഭീഷണിയില്ല, പരദൂഷണമില്ല, കള്ളസത്യമില്ല, കള്ളസാക്ഷിയില്ല, വ്യഭിചാരമില്ല, അനാചാരമില്ല, തോന്നിവാസങ്ങളില്ല, ബിദ്അത്തുകളില്ല. ഇവകളോടെല്ലാം മുക്തനായിട്ടാണ് റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്നത്. കാരണം 5 തവണ ദൈനംദിനം പറയല്ലേ, ഞാൻ നിന്നെ കാണും, ഞാൻ നിന്നെ കാണാൻ വരും. അപ്പോൾ എൻ്റെ ജീവിതമാസകലം ഞാൻ എന്ത് ചെയ്യും? നമസ്കാരത്തോട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുക? കെട്ടിപ്പടുത്തുക. അപ്പോൾ ഹൃദയം തൊട്ട്, ഹൃദയം അറിഞ്ഞ്, വേദനിച്ച്, കരയേണ്ട സ്ഥലത്ത് കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. സഹോദരന്മാരെ, സഹോദരികളെ, എവിടെയായിരുന്നു നാം? സുബ്ഹാനല്ലാഹ്. ഹൃദയം തട്ടി നമസ്കരിക്കുന്നവൻ, അതിന് ഭാഗ്യം വേണം. എല്ലാവർക്കും സാധിക്കൂല. ഹൃദയം തട്ടി നമസ്കരിക്കാൻ സാധിക്കൂല. നമുക്ക് പഴഞ്ചൻ ആരെങ്കിലും നിസ്കരിക്കുമ്പോൾ കരഞ്ഞാൽ എന്താ അയാൾ കരയുന്നത്? എന്ത്? മൂപ്പർക്ക് അറിയില്ല കരയാൻ. മൂപ്പര് ഉള്ളി മുറിച്ചാൽ വരെ കരയാത്ത കണ്ണാണേ.
പിന്നെ എങ്ങനെയാ മൂപ്പർക്ക് കരച്ചിൽ കേട്ടാൽ എന്താ സംഭവം? എന്തിനാ അയാൾ മദീനത്തെ പള്ളി എന്നോട് പലരും ചോദിച്ചു, പലപ്പോഴും ചോദിച്ചു, എന്താ ഇമാമ് കരയുന്നത്? ഒരവസരത്തിൽ ഇമാം കരഞ്ഞ രംഗം നാം ചിന്തിക്കുകയാണെങ്കിൽ കരയേണ്ട രംഗമല്ലല്ലോ. അദ്ദേഹം എവിടെയാ കരഞ്ഞത്? റമദാനിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ കൊല്ലം മുമ്പത്തെ കൊല്ലത്തെ റമദാനിൽ തറാവി നിസ്കരിക്കുകയാണ്. ഒമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദൂ ഇലാഹൻ വാഹിദാ ലാ ഇലാഹ ഇല്ലാഹു. അപ്പുറം പഠിച്ച കിട്ടുന്നില്ല, അപ്പുറം പൊട്ടിക്കരയാണ്. ആര്? സലാഹുൽ ബുദൈർ. പൊട്ടിക്കരച്ചൽ എന്ന് പറഞ്ഞാൽ നാം കേട്ട് നിങ്ങൾ എന്നിട്ട് പലരും അവിടെ സന്നദ്ധരായിരിക്കും കാണും, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? പലരും തലയാടുന്നുണ്ട്, അതേ ഓർക്കാണ് ആ സംഭവം. അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടുന്നില്ല. മഹാകരച്ചൽ, പൊട്ടിക്കരച്ചൽ റബ്ബിന്റെ മുമ്പിൽ നിസ്കാരത്തിൽ. എന്തേ? ആ ആയത്തിൻ്റെ അതിന് മുമ്പുള്ളതും പിമ്പുള്ളതും ക്രിസ്ത്യാനികളെ കുറിച്ച്, ജൂതന്മാരെ കുറിച്ചും അവർക്കത് ചെയ്ത അനുഗ്രഹങ്ങളും അവർക്കത് നേർക്ക് നേരെ ഖുർആൻ അങ്ങോട്ട് ഇറക്കി കൊടുത്തതും, ഖുർആനല്ല തൗറാത്ത് ഇറക്കി കൊടുത്തതും, അതുപോലെ ഇഞ്ചീൽ ഇറക്കി കൊടുത്തതും, ഇങ്ങനെയൊക്കെ ചെയ്തതായ റബ്ബ് പറയാണ്, അവരാണെങ്കിൽ ഞാൻ പറഞ്ഞ രൂപത്തിലല്ല ജീവിക്കുന്നത്, അവരോടാണെങ്കിൽ ഞാൻ കൽപ്പിച്ചത് എന്നെ ആരാധിക്കാനല്ലാതെ, എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കാനല്ലാതെ അവര് ആരാധനകള് കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാർക്ക് കൊടുക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടേ ഇല്ല. ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാഹു. സുബ്ഹാനല്ലാഹ്. ഇത് എന്താ പ്രശ്നം? നമുക്ക് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അറബി ഭാഷ പഠിച്ചോളീൻ. അതുകൊണ്ട് ഞാൻ മിക്ക ക്ലാസ്സുകളിലും ഈ ദിവസങ്ങളിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, എന്ത് അറബി ഭാഷയിൽ നാം ഒരിക്കലും എന്ത് ചെയ്യരുത്. ഇവിടെ നല്ല ചാൻസുകളുണ്ട്. മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വരേക്കും ജോലിക്കാർക്ക്, വേല ചെയ്യുന്നവർക്ക്, ഇങ്ങനെ നിങ്ങളെപ്പോലെ ജോലിക്ക് വേണ്ടി വന്നവർക്ക് അവിടെ കോഴ്സുകളുണ്ട്. നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് പലരും ആ കോഴ്സിൽ പങ്കെടുത്ത് അറബി അറിയുന്നവരായി മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് അറബി പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ എടോ കൊല്ലനീരിമ്പിനെ വളക്കുന്നില്ലേ? പിന്നെന്തേ 50-കാരൻ 60-കാരന് ഞാൻ വളരെ വയസ്സുള്ള ആളെ എന്നെക്കൊണ്ട് സാധിക്കൂല എന്ന് പറയും. അത് അർത്ഥശൂന്യമായ വാക്കാണ്, ശരിയല്ല. സാധിക്കും. അബൂബക്കർ ഉമറൊക്കെ പഠിച്ചത് എത്ര വയസ്സായിട്ടാണ്? ഖുർആൻ റളിയല്ലാഹു തആല അൻഹുമാ. അവരൊക്കെ വലിയ വലിയ മനുഷ്യന്മാരല്ലേ മുസ്ലിമായപ്പോൾ. അതുകൊണ്ട് ഈ സാധിക്കൂല എന്ന ആ തത്വം തന്നെ മാറ്റിക്കളയണം. ഹിമ്മത്തുർ റിജാൽ തഹ്ദിമുൽ ജിബാൽ. പുരുഷന്റെ കരുത്ത് പർവ്വതത്തെ തകർത്തുമെന്ന ആ ചിന്ത നമ്മുടെ മുമ്പിൽ വേണം. സഹോദരന്മാരെ, സഹോദരികളെ, നാം എവിടെയാണ്? മഹാനായ അംർ ഇബ്നു അബ്സത അസ്സുലമി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് വിശദീകരിച്ച് പറഞ്ഞ നീണ്ട ഹദീസ് സഹീഹ് മുസ്ലിമിൽ 832 നമ്പർ ഹദീസ് അതിൻ്റെ വിശദാംശം നൽകുകയാണ്. ആ ഹദീസിൽ അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപദേശത്തിൽപ്പെട്ടതാണ്, ഒരു വ്യക്തി ഹൃദയം തട്ടി നമസ്കരിക്കുകയാണെങ്കിൽ, ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ, അവൻ്റെ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനെ പുകഴ്ത്തേണ്ടതുപോലെ പുകഴ്ത്തി, കേൾക്കാൻ പോകുന്നത് പോലെ വാഴ്ത്തേണ്ടതുപോലെ വാഴ്ത്തി, പറയേണ്ടതുപോലെ പറഞ്ഞ് നിബന്ധനകളൊത്ത്, നമ്മുടെ ഭാഷയിൽ ഫർദുൻ ഷർത്തൊക്കെ അതൊക്കെ പിൻകാലഘട്ടത്തിൽ ഉണ്ടായതാണെങ്കിലും അത് അങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഫർളുകളുണ്ട്, ഷർത്തുകളുണ്ട്, സുന്നത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. മനസ്സിലായില്ലേ? അത് നിഷേധിക്കാൻ പറ്റുകയില്ല. എന്തേ? മുസ്ലിം ലോകം പണ്ട് തന്നെ നാം ഖുർആനിന്റെ സുന്നത്തിന്റെ വെളിച്ചത്തിൽ കണ്ടെത്തിയതായ തത്വമാണ് എന്ത്? ഫർളുകൾ, സുന്നത്തുകൾ, റുക്നുകൾ, ഷർത്തുകൾ എന്നതൊക്കെ. അതൊന്നും പുച്ഛിച്ച് പറയുന്ന ശൈലി പലരിലും കേൾക്കാം, കാണാം. അതൊക്കെ അറിവില്ലായ്മയിൽ നിന്നിട്ട് വരുന്നതാണ്. അവിടുന്ന് ഉയരണം, നാം ഉയരണം, പഠിച്ചുയരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വരുന്നത് അങ്ങനെ ആ നിബന്ധന ഒത്തിട്ടുള്ള നമസ്കാരമാണെങ്കിൽ റസൂൽ തുടരുന്നു, വമജ്ജദഹു ബില്ലദീ ഹുവ അഹ്ലു വഫറഗ ഖൽബഹു ഇല്ലൻ സറഫ്. അങ്ങനെ അവന്റെ ഹൃദയം തട്ടുന്ന രൂപത്തിൽ നമസ്കരിച്ചാൽ ഇല്ലൻ സറഫ മിൻ ഖതീഅതിഹി കഹൈഅതി സുബ്ഹാനല്ലാഹ് കഹൈഅതി യൗമി വലദതുഹു ഉമ്മുഹു. ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയായി മാറും. അപ്പോൾ ഈ രൂപത്തിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ സംശയമേ ഇല്ല. എന്തേ? മൂപ്പര് നിസ്കരിക്കുക, എന്നിട്ട് വാല് കുഴലെടുത്ത് പോലെ കുഴൽ വലിക്കുമ്പോൾ വാല് വളയുക, അത് മൂപ്പർക്ക് അറിയില്ല. നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരം, സഹാബാക്കളെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? സീമാഹും ഫി വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. നമസ്കാരത്തിന്റെ അടയാളം അവരിൽ പ്രകടമാണ്. തയമ്പ
അല്ലാഹ് നെറ്റിത്തോടല്ല പറഞ്ഞത്. നെറ്റിത്തോടാണെങ്കിൽ തേമ്പ് എന്ന് പറയാം, തേമ്പല്ല അവിടെ പറഞ്ഞത്. ഉജൂ സത്യവിശ്വാസികളുടെ, മുസ്ലിങ്ങളുടെ, നമസ്കരിക്കുന്നവരുടെ മുഖഭാവം, പെരുമാറ്റം, സ്വഭാവം, പുഞ്ചിരി തൂങ്ങൽ, എല്ലാ നിലക്കും അതാണ് സഹാബാക്കളിൽ കണ്ടത്. അതാണ് സഹാബാക്കളിൽ താബിഈങ്ങൾ കണ്ടത്. അതാണ് താബിഈങ്ങളിൽ താബിഈങ്ങൾ കണ്ടത്. അതാണ് നമ്മുടെ ഇമാമുകളുടെ അനുയായികൾ കണ്ടത്. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പ്രത്യേകതയിൽ ഉൾക്കൊള്ളുന്നത്. കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശഖസ ബസറഹു ഇലസ്സമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആകാശത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുകയുണ്ടായി, ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. അടുത്ത് തന്നെ നമ്മളിൽ നിന്നിട്ട് വിജ്ഞാനങ്ങൾ, നമ്മളിൽ നിന്നിട്ട് ഭക്തികൾ, നമ്മളിൽ നിന്നിട്ട് ഖുർആനുമായുള്ള ബന്ധങ്ങൾ അറ്റുപോകാൻ, അല്ലെങ്കിൽ കുറഞ്ഞു പോകാൻ, അല്ലെങ്കിൽ നശിച്ചു പോകാൻ അടുത്തിരിക്കുകയാണ് എന്ന ശൈലിയിൽ റസൂലുള്ളാഹി സംസാരിക്കുകയുണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയോ? സഹാബാക്കളൊക്കെ അത് കേട്ടാൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കാണ്. എന്തേ? അത്ഭുതമാണ്. എന്തേ ഇത്ര പെട്ടെന്നോ? ഞങ്ങൾ ഇവിടെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇസ്ലാമിൻ്റെ സർവ്വചിഹ്നങ്ങൾ, അവകൾ ആസകലം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ആരെങ്കിലും ജമാഅത്തിന് വരുന്നത് കണ്ടില്ലെങ്കിൽ മദീനയിൽ അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് പറയുന്നു, ഞങ്ങൾ അവരെ കപടവിശ്വാസികളിൽ പെട്ടതായിട്ട് മനസ്സിലാക്കുക. തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങൾ മദീനത്തെ പള്ളിയിൽ ജമാഅത്തിൽ അടിവരയിടുക. ജമാഅത്തിൽ കണ്ടില്ലെങ്കിൽ ജമാഅത്ത് പോകട്ടെ, വീടിൻ്റെ മതിലും പള്ളിയുടെ മതിലും ഒന്നായിട്ട് പോലും ആചാരെത്താറില്ല. മദീന കണ്ടാൾ എത്താറില്ല, മക്ക കണ്ടാൾ എത്താറില്ല. പലപ്പോഴും പറ്റുമോ? ഇല്ല. എന്തിനാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു കോടിക്കണക്ക് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയുദ്കറ ഫീ ഹസ്മുഹു. ചില പള്ളികളിൽ, ചില വീടുകളിൽ അള്ളാഹിന്റെ പേരും പ്രശസ്തിയും പറയാൻ കൽപ്പന നൽകപ്പെട്ട, അനുവാദം നൽകപ്പെട്ട പള്ളികൾ. എന്തിനാണ്? വീട്ടിൽ നിസ്കരിക്കാനോ? പെണ്ണുങ്ങളെ പോലെ പറ്റൂല. അതാണ്. അപ്പോൾ ഈ വിഷയത്തിന് അതിൻ്റെതാകുന്ന കൊഴുപ്പ് നൽകി മനസ്സിലാക്കണം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ നശിക്കാനോ, ഇൽമിൽ ഉയരപ്പെടാനോ, അല്ലെങ്കിൽ ഭക്തി നശിക്കാനോ, അല്ലെങ്കിൽ ഈ ദീനുമായുള്ള വിവരം കുറയാനോ എന്നീ കാര്യത്തിൽ അത്ഭുതത്തോടു കൂടി അങ്ങനെ സംഭവിക്കുമോ റസൂലേ? സഹബാക്കൾ നമുക്ക് പകരം ചോദ്യം. റസൂൽ ചോദിക്കുന്നു, നമുക്ക് അല്പകാലം മുമ്പ് ഇവിടെ വന്ന ജൂത ക്രിസ്ത്യാനികൾക്ക് തൗറാത്ത് ഇറങ്ങിയിട്ടില്ലേ? ഇഞ്ചീൽ ഇറങ്ങിയിട്ടില്ലേ? ഇവരിപ്പോൾ എങ്ങനെയുണ്ട് അവരുടെ കോലം? അവർ വലിച്ചെറിഞ്ഞില്ലേ? ഇഷ്ടാനുസരണം കൂട്ടിച്ചേർത്തില്ലേ? ചേഞ്ചുകൾ വരുത്തിയില്ലേ? റസൂലുള്ളാഹിന്റെ മറുപടി ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക, അതുപോലെ നിങ്ങളും എന്ത് സംഭവിക്കും? ഇങ്ങനെ ഈ ഖുർആനിനോട് വിട വാങ്ങുന്ന കാലഘട്ടം വരും എന്ന് റസൂലുള്ളാഹി. അപ്പോൾ ഖുർആനിനോട് വിട വാങ്ങുന്നതായ അപകട കാലഘട്ടത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകുകയാണ്. അക്കൂട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യൂല റസൂലേ, ഞങ്ങളിൽ സംഭവിക്കൂല. ഞങ്ങൾ ഓതുന്നു ഖുർആൻ, ഞങ്ങൾ കുട്ടികൾക്ക് ഓതിപ്പിക്കുന്നു, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പഠിപ്പിക്കുന്നു, എന്നിട്ട് ഞങ്ങൾ ഒഴിവായി പോകാനോ എന്ന് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയും പോലെ ജൂത ക്രിസ്ത്യാനികൾ പണ്ട് പറഞ്ഞിരുന്നു, എന്നിട്ട് അവരെന്തായി? അതുപോലെ നിങ്ങളുമായി പോകുമോ എന്ന റസൂലുള്ളാഹിന്റെ പേടി. ഇത് നമുക്ക് ഫിറ്റാക്കാൻ പറ്റുന്ന ഭാഗമാണോ ഈ ഹദീസ്? ശ്രദ്ധിക്കുക. നമുക്ക് ഈ യുഗത്തിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട പല ആയത്തുകൾ, പല നിയമങ്ങൾ, പല വിധിവിലക്കുകൾ നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ പോക്കറ്റിൽ ഇല്ലേ ഇല്ല. അങ്ങനെ ആവാൻ പാടുണ്ടോ? ഇല്ല. എന്തോ ഒരു സന്തോഷമാണ് പലർക്കും. സൗദി അറേബ്യയിലും അതുപോലെ ഗൾഫ് രാഷ്ട്രത്തിലും കാശുണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ മുമ്പുള്ള പഴയ പട്ടിക മാറ്റാനുള്ള ചാൻസ് ഉണ്ടാകുന്നു. പഴയ പട്ടികയിലുള്ളത് എന്താണ്? പലരിലും അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിൽ, എത്ര പേര് ഞാൻ ക്ലാസ് എടുക്കുന്ന സദസ്സിൽ വന്നിട്ട് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്, പറയുകയാണ്. നമ്മുടെ യുവാക്കളും അതുപോലെ തന്നെ യുവതികളും ഞങ്ങൾ ഇതുവരെയായിട്ട് ദീനിൻ്റെ കാര്യം
കൃത്യമായി കർശനമായി നിങ്ങൾ പറയുന്ന ശൈലിയിൽ അല്ലെങ്കിൽ ഇവിടുന്ന് കേൾക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കിയിട്ടേ ഇല്ല, പഠിച്ചിട്ടേ ഇല്ല. എത്ര കമ്മ്യൂണിസ്റ്റുകാരെ നാം കണ്ടു, അഥവാ നിരീശ്വരവാദികളെ. നിരീശ്വരവാദികളായി ഇവിടെ വരുന്നു മദീനയിലേക്ക്, എന്നിട്ട് ഏകദൈവ വിശ്വാസിയായിട്ട് മടങ്ങിപ്പോകുന്നു. അങ്ങനെയുള്ളവരെയും നാം കണ്ടു. അപ്പോൾ മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയല്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാം ഭക്തിയോടുകൂടി വിജ്ഞാനത്തിൽ ആഴത്തിലറിഞ്ഞ് പഠിച്ചവർ സദസ്സിലുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ലേ പറയേണ്ടതെന്ന് അവിടെ ചോദ്യമില്ല. കാരണം എല്ലാ ഇനവും മനസ്സിലാക്കാൻ, എല്ലാ ഇനവും പഠിക്കാൻ, എല്ലാ ഇനവും ഉൾക്കൊള്ളാൻ പറ്റുന്ന ശൈലിയാണ് ഇങ്ങനെയുള്ള സദസ്സുകളിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സാങ്കേതിക അർത്ഥത്തിൽ നമുക്കറിയാം, അല്ലാഹു അക്ബർ എന്ന ഈ തക്ബീർ കൊണ്ട് ആരംഭിച്ചുകൊണ്ട് സലാം കൊണ്ട് അവസാനിപ്പിക്കുക എന്നൊരു പ്രത്യേക ചടങ്ങിനെയാണ് നമസ്കാരം എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം, അല്ലേ? അത് ഭാഷാർത്ഥമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇപ്പോഴാണ് നാം സാങ്കേതിക അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്നാൽ സുബ്ഹാനല്ലാഹ്, നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ മനുഷ്യൻ അനിവാര്യമായ കാര്യങ്ങൾ ആണ് ഒരു മനുഷ്യനോട് പറയാൻ റബ്ബ് കൽപ്പിച്ചത്. റബ്ബിന് ആവശ്യമുള്ളതല്ല. സുബ്ഹാനല്ലാഹ്, റബ്ബിന് നാം നമ്മുടെ ആരാധനയോ നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ നമസ്കാരമോ നമ്മുടെ നോമ്പോ റബ്ബിന് ആവശ്യമില്ല. നാം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടിമ അള്ളാഹിനോട് സംസാരിക്കുമ്പോൾ പറയേണ്ട ശൈലിയിൽ അതവോട് മര്യാദയോട് കൂടി പറയേണ്ടതായ പദങ്ങൾ റബ്ബ് പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിച്ച പദം യഥാർത്ഥത്തിൽ ആ പദത്തെ 2 തവണയാണ്, അല്ലെങ്കിൽ ആ സൂറത്തിനെ 2 തവണയാണ് ഇറക്കപ്പെട്ടത്. ഒന്ന് മക്കയിലിറങ്ങി. ഏത് സൂറത്താണത്? സൂറത്തുൽ ഫാത്തിഹ. ഒന്ന് മക്കയിലിറങ്ങി, മറ്റൊന്നോ മദീനയിലിറങ്ങി. ഇറങ്ങിയപ്പോഴെല്ലാം കൂടെ മലക്കുകളും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ വിശുദ്ധ ആ സൂറത്ത് ചോദിക്കപ്പെട്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രാധാന്യമുള്ളതായ സൂറത്ത് ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മറുപടി നൽകപ്പെട്ടത് ഏതാണ്? ഫാത്തിഹ. എന്തേ? ഫാത്തിഹ ഖുർആനിൽ രത്നച്ചുരുക്കമാണ്. ഖുർആനിൽ എന്തുണ്ട്? ഫാത്തിഹയിലുള്ളതായ തത്വങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ആ തൗഹീദ്, അത് തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്. പലരും ആഴത്തിലിറങ്ങി പഠിക്കാത്തവർ നമ്മുടെ സദസ്സിൽ അങ്ങനെയുള്ളവരില്ല. പക്ഷേ നിങ്ങൾക്ക് മറുപടി പറയാൻ നല്ലതാണ്. ആക്ഷേപിക്കാറുണ്ട്. ഇവർ ഇസ്ലാമിൽ ഇല്ലാത്ത ഇവരുടെ പോക്കറ്റിൽ നിന്നിട്ട് തൗഹീദിനെ ഇവർ ഡിവൈഡ് ചെയ്തു. ആര് പറഞ്ഞു? സഹോദരന്മാരെ, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ എന്തിനാണ് ദശക്കണക്കിൽ വാല്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും എഴുതിക്കൊണ്ടേയിരിക്കുന്നത്? നമ്മുടെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതുന്നതെന്നോ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇപ്പോഴും 10 വാള്യം 15 വാള്യം 20 വാള്യമൊക്കെ എഴുതുന്നവർ ഇപ്പോഴുമുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തിനാണ്? പണ്ടേ നമ്മുടെ ഇമാമുകൾ എഴുതിപ്പോയില്ലേ? ചോദ്യമില്ല അവിടെ. കാരണം അവരുടെ ജീവിതമാസകലം ജീവിച്ച ആ ശൈലി നാം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ 10 ദിവസമെങ്കിലും ഒരു വർഷമെങ്കിലും ജീവിക്കാൻ ചാൻസ് കിട്ടുക എന്നത് മഹാഭാഗ്യമല്ലേ? അതെ. അപ്പോൾ പണ്ട് പറഞ്ഞത് തന്നെയാണോ? അതെ, പറഞ്ഞത് തന്നെയാണ്. പക്ഷേ എന്തുണ്ടാകും? ഈ ഖുർആനിന്, ഈ ഹദീസിന് വിശദീകരണം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ മതത്തിൻ്റെ പ്രത്യേകതയാണ്. മുജ്തഹിദുകൾ, ഗവേഷണം ചെയ്യുന്നവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ചെറിയൊരു ഉദാഹരണം. ഈ ഖുർആനിൽ എത്ര നബിമാരുടെ പേരാണുള്ളത്? 25 അല്ലേ? എവിടെയെങ്കിലും ഖുർആനിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ 25 തവണയാണ് 25 നബിമാരാണ് ഖുർആനിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ കണക്കൂട്ടി നോക്കിയപ്പോൾ കണ്ടു അല്ലേ? തെറ്റാണോ അങ്ങനെ പറഞ്ഞത്? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഫർളുകളുണ്ടല്ലോ, റസൂല് പറഞ്ഞു നിസ്കാരത്തിന് ഇത്ര ഫർളാണെന്ന്, നിസ്കാരത്തിന് ഷർത്താണെന്ന് പറഞ്ഞോ? നിസ്കാരത്തിന് ഇത്ര സുന്നത്താണെന്ന് പറഞ്ഞോ? ഇല്ല.
പിന്നെ എന്താ സംഭവിച്ചത്? റസൂല് കൽപ്പിച്ച കൽപ്പന നാം പരിശോധിച്ച് നോക്കിയപ്പോൾ ഖുർആനിലൂടെ സുന്നത്തിലൂടെ ഇത്ര ഫർദുണ്ട്, ഇത്ര ഷർത്തുണ്ട്, ഇത്ര സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ ഗവേഷകന്മാരായ. വലോ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അല്ലേ? ബുദ്ധിജീവികൾ, ഗവേഷകന്മാരായ ആ അഗ്രഗണ്യന്മാരായ മഹാത്മാക്കളാകുന്ന ഇമാമുകളിലേക്ക്, പണ്ഡിതന്മാരിലേക്ക് നിങ്ങളുടെ ഇടയിൽ ചർച്ച വരുന്നതായ കാര്യങ്ങൾ മടക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഗവേഷണം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ പുറത്തെടുത്ത് തരും, അവർ മനസ്സിലാക്കും, അവരത് ഗ്രഹിക്കും. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആക്ഷേപത്തിന് അർത്ഥമില്ല. പെട്ടെന്ന് മനസ്സിലാവാനും മതവിദ്യാർത്ഥികൾക്ക് നമ്മുടെ ബാക്കവിക്കൊക്കെ ഓർമ്മയുണ്ടാവും. നമ്മുടെ ചെറുപ്പത്തിൽ ഈ ഇബ്നു മാലിക് ഓതില്ലേ നമ്മൾ, അല്ലേ? ഇബ്നു മാലിക്കിൻ്റെ ഗ്രന്ഥം എന്താണ്? അൽഫിയ, അല്ലേ? കലാമുന ലഫ്ദുൻ മുഫീദുൻ കസ്തഖിം ഇസ്മുൻ വഫിഅലുൻ സുമ്മ ഹർഫു നിൽ കലിം. അങ്ങനല്ലേ പഠിച്ചത്, അല്ലേ? അത് ബിദഅത്തല്ലേ? അതിനെക്കുറിച്ച് നമ്മൾക്ക് ബിദഅത്ത് എന്ന് പറഞ്ഞൂടെ? പറയൂല. എന്ത്? അറബി ഭാഷ പരിശോധിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഗവേഷകന്മാർ കണ്ടെത്തിയത് അറബി ഭാഷയിൽ ഇസ്മ, ഫേൽ, അർഫ് എന്നീ 3 കാര്യമേ ഉള്ളൂ, 4ാമത്തതില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു, ഇത് തന്നെയാണ് ഖുർആൻ പരിശോധിച്ചാൽ, സുന്നത്ത് പരിശോധിച്ചാൽ നാം തൗഹീദാകുന്ന ഈ വിഷയത്തിന് പ്രാധാന്യം നൽകേണ്ടി വന്നത് അതിൻ്റെ ശത്രുക്കൾ വ്യാപകമായ കാലത്തിലും യുഗത്തിലുമാണ്. ഷെയ്ഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം അൽ ഹറാനിയുടെ കാലഘട്ടം പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. അത് കാരണത്താൽ തന്നെ അദ്ദേഹം ഗവേഷണം ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് മറ്റുള്ളവർ പറയാത്തതെന്നല്ല, മറിച്ച് മറ്റുള്ളവർ ആശയിൽ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഏതുപോലെ ഇബ്നു മാലിക് 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളാണ്. 6-ാം നൂറ്റാണ്ടിൽ 600 ചില്ലറയിൽ മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ നവവി ഇമാമിനെ അറിയുമല്ലോ. നവവി ഇമാമിനെ അറിയില്ലേ? കേരളക്കാർക്ക് നവവി ഇമാമിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഫുൾ പേര് വേറെ അറിയോ? ഞാൻ പറഞ്ഞുതരാം. യഹ്യ ഇബ്നു ഷറഫുൻ നവവി. എന്താണ്? യഹ്യ ഇബ്നു ഷറഫുൻ നവവി. എന്താണ്? യഹ്യ ഇബ്നു ഷറഫുൻ നവവി. മനസ്സിലായില്ലേ? അദ്ദേഹം 7-ാം നൂറ്റാണ്ടിൽ ജീവിക്കുകയാണ്. 7-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നവവിയെ കുറിച്ച് ഇബ്നു മാലിക് സിറിയയിലും ഈജിപ്തിലും ഒക്കെ കറങ്ങിയ മനുഷ്യനാണ്. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? സ്പെയിൻകാരനാണ്. ആര്? ഇബ്നു മാലിക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല എന്താ അയാൾ പറയുന്നതെന്ന്. നമ്മുടെ കേരളത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കാൻ ഒരു 6, 7, 8 ഇസ്ലാമിക കോളേജിലുള്ള ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ പണ്ഡിതന്മാർ അറബിക്ക് ഗ്രാമർ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? അൽഫിയത്ത് ഇബ്നു മാലിക്. ആ അൽഫിയത്ത് ഇബ്നു മാലിക് കുറേ ഷറഹുകളുണ്ട്. അതിൽ ഷറഹ് ഇബ്നു അഖീലാണ് ഇന്ന് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത്, അല്ലേ? ആ ഗ്രന്ഥത്തിൽ നമ്മുടെ കൂട്ടത്തിൽ സാലിഹായ ഒരു മനുഷ്യനുണ്ട് എന്ന് അദ്ദേഹം പാടുന്നു. എന്തേ? ആ മനുഷ്യൻ നവവി ഇമാമാണെന്നാണ് അവിടെ നമ്മുടെ ഷറഹിൽ എഴുതി കാണുന്നത്. നവവി ഇമാമിനാണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹം ജീവിച്ച യുഗത്തിൽ ഏറ്റവും സാലിഹായ ഒരു മനുഷ്യനായിട്ട്, നല്ല ഗ്രന്ഥങ്ങൾ രചിക്കുന്ന പ്രഗത്ഭനായിട്ട് കണ്ടതാരെയാണ്? മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ആര്? ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം സ്പെയിനുകാരനാണ്. പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമുക്ക് വിജ്ഞാനം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു. ഗവേഷകന്മാർ ഗവേഷണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഗവേഷണം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് ബിദ്അത്തിന്റെ ഇനത്തിൽ പെടുന്നതല്ല, മറിച്ച് ഖുർആനിൻ്റെ അകത്തുള്ളത് മറ്റുള്ളവർ പറഞ്ഞ ശൈലിയിലല്ലെങ്കിലും ആ ഉള്ളതിനെ എണ്ണിപ്പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 25 എന്ന് പറഞ്ഞു. 25 ഖുർആനിലുണ്ട് താനും. ആര്? നബിമാർ. അല്ലേ? അതെ. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, റബ്ബുൽ ഇസ്സത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അത് സുബ്ഹാനല്ലാഹ്
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതൊരു മഹാ അത്ഭുതമാണ്. ആ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നതായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന പേരിൽ നാം പരിചയപ്പെടുന്നതായ ആ പ്രാർത്ഥന. അതിൽ റസൂൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ആ പ്രാർത്ഥനയെക്കുറിച്ച് ഖുദ്സിയ ഹദീസിൽ പറയുന്ന ശൈലിയാണ്, എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലാണ് ആ പ്രാർത്ഥന. ആ സൂറത്ത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ പകുതി റബ്ബിൻ്റെ ഭാഗത്തിലേക്കാണ്, പകുതി അടിമകൾക്ക് വേണ്ടിയാണ്. അത് ഖുദ്സിയ ഹദീസിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുന്ന ശൈലിയാണ്. ഫൈദാ ഖാല അടിമ പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ ആകുന്നു എന്ന് അടിമ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് ആ പറഞ്ഞ പറച്ചലിന് ഓരോ വ്യക്തിക്കും അത് അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് 1000-ഓളം പ്രാവശ്യം അറിവില്ലാത്ത ജാഹിലീങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് സാധിക്കൂല, അതുപോലെ തന്നെ മമ്പർത്ത തങ്ങൾക്ക് സാധിക്കൂല, അതുപോലെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഏത് നബിക്കോ ഏത് വലിയനോ സാധിക്കൂല. കാരണം അത് അള്ളാന്റെ കഴിവാണ്. ശിട്ടികളെ എല്ലാവരെയും എല്ലാ സമയത്തും എല്ലാ ശബ്ദങ്ങളെയും കേൾക്കേണ്ടതുപോലെ ഒരേ സമയത്ത് കേൾക്കുക, ഒരേ സമയത്ത് ഗ്രഹിക്കുക, ഒരേ സമയത്ത് ഉത്തരം ചെയ്യുക. ഇത് റബ്ബിന് മാത്രമുള്ള കഴിവാണ്, മറ്റുള്ളവർക്ക് സാധിക്കുക തന്നെയില്ല. അതുകൊണ്ടാണ് എന്തിനാണ് നിങ്ങൾ ഞാൻ അനുവദിക്കാത്തവരും അതേ സമയത്ത് അവർക്ക് സ്വയം എന്തും ചെയ്യാൻ സാധിക്കാത്തവരുമായ കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന, അത് ഞാൻ ചേർക്കാണ്, കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന ശിട്ടികളോട് നിങ്ങൾ എന്തിനു വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് റബ്ബ് ചോദിക്കാൻ കാരണം പലതവണ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയുന്നു ഫൈദാ ഖാലൽ അബ്ദു, അടിമ പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹ്, റബ്ബ് ആ സമയത്ത് പറയുന്നതാണ് ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചു, സ്തോത്രങ്ങൾ ചെയ്തു. റബ്ബ് ഓരോ അടിമയോടും ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നതെങ്കിൽ പറയും, അതിന് വേണം ഭാഗ്യം. നീ ഉൾക്കൊള്ളാതെയാണ് പറയുന്നതെങ്കിൽ റബ്ബ് അതിന് മറുപടി നൽകൂല. നീ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയം തട്ടി പറയുകയാണെങ്കിൽ റബ്ബ് നിന്നോട് പറയും എൻ്റെ അടിമ എന്നെ സ്തോത്രം ചെയ്തു. സുബ്ഹാനല്ലാഹ്, എന്തൊരു മഹാനേട്ടമാണ്. ഈ വാഴപ്പഴവും ഉണക്ക് തേങ്ങയുമായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതായ കണ്ടതും കേട്ടതും പൂജിക്കുന്നതായ വിഭാഗത്തിൻ്റെ ശൈലിയല്ല ഇത്. അവർക്ക് 2600 പരം ബിംബങ്ങളാണ്. മക്കത്ത് പണ്ട് ഹുബലി എന്ന ബിംബത്തിനെ കൊണ്ടുവന്ന വ്യക്തിയുടെ പേരെന്താണ്? അംറുബ്നു ലുഹൈ. അംറുബ്നു ലുഹൈ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അവനാണ് ആദ്യമായിട്ട് കഅബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പന അനുസരിച്ചിട്ട് വതഹിറാ ബൈതിയ ലിത്തായിഫീന വൽ ആകിഫീന മറ്റേ ആയത്തിൽ വൽ ഖായിമീന എന്ന ആ കൽപ്പന മഹാനായ ഇബ്രാഹിമും ഇസ്മായിലും ഫിറ്റാക്കിയ ശേഷം ആദ്യമായിട്ട് ബിംബത്തിനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാരാണ്? അംറുബ്നു ലുഹൈ. അവൻ നരകത്തിൽ അവൻ്റെ ആമാശയുമായിട്ട് കറങ്ങുന്ന കാര്യം നമ്മുടെ പറഞ്ഞില്ലേ? റസൂലുള്ളാഹ് ഏത് പള്ളിയിൽ വെച്ചിട്ടാണ്, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് അവൻ നേരിട്ട് കണ്ടത് നരകത്തിൽ കറങ്ങുന്നതായിട്ട്? ഇപ്പോൾ മസ്ജിദ് ഖമാമ എന്ന പള്ളിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഏകദേശം. അതെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളവർ മനസ്സിലാക്കണം എന്താണ് ഈ അടിമ കാട്ടുന്നത്. സത്യവിശ്വാസിയായ അടിമ ഹമിദനി റബ്ബി എന്നുള്ള പറയും. വഇദാ ഖാല അർറഹ്മാനുർ റഹീം, അർറഹ്മാനിർ റഹീം എന്ന് അടിമ പറഞ്ഞു കഴിഞ്ഞാൽ അർറഹ്മാൻ അർറഹീം, പരമകാരുണികരും കരുണാനിധിയുമായ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് എന്ത് പറയും? ഖാലല്ലാഹ്, റബ്ബ് പറയും. നേരത്തെ നിങ്ങൾ കേട്ടതായ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള പദം ഉണ്ടല്ലോ, ഒരാള് മജ്ജദ റബ്ബഹു, ഇവിടെ റബ്ബ് പറയുന്നത് എന്താണ്? മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തുകയുണ്ടായി. വഅസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ വാഴ്ത്തുകയുണ്ടായി എന്ന് റബ്ബ് പറയും. അങ്ങനെ പറയാൻ പറ്റുന്ന നമസ്കാരമാണോ നാം ദിനം നിസ്കരിച്ചത്? ആണെങ്കിൽ ആണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ദൂരം പോകേണ്ടതില്ല. നമ്മുടെ ഭാവി ജീവിതം പരിശോധിച്ചാൽ മതി. അള്ളാഹിനോടുള്ള ടച്ച്, അള്ളാഹിനോടുള്ള ബന്ധം, അള്ളാഹിന്റെ കഴിവ് കൽപ്പ്, അള്ളാഹിന്റെ പ്രത്യേകത, അള്ളാഹുന്റെ ഇസ്സത്ത്, അള്ളാഹുന്റെ അർശ്, അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് ഉയരുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫൈദാ ഖാല, ഇനി അടിമ പറഞ്ഞു കഴിഞ്ഞാൽ മാലികി യൗമിദ്ദീൻ,
പ്രതിഫലം നൽകപ്പെടുന്നതായ ദിവസത്തിൻ്റെ ഉടമ, പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിൻ്റെ ഉടമ. അന്ന് എല്ലാവരും അങ്ങും ഇങ്ങും ഓടുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്ത് ആ ദിവസത്തെക്കുറിച്ച് അടിമ പറയുമ്പോൾ എന്താണ് റബ്ബ് പറയുന്നത്? റബ്ബ് പറയുന്നതാണ് അടിമേനിലേക്ക് അവന്റെ സർവ്വ പ്രശ്നങ്ങളെ പരമേൽപ്പിച്ചു എന്ന് പറയും. അത് ഉൾക്കൊണ്ടുകൊണ്ടാണോ നാം പറയാറുള്ളത് മാലിക് യൗമിദ്ദീൻ? വമാ അദ്റാക മാ യൗമുദ്ദീൻ, വമാ അദ്റാക മാ യൗമുദ്ദീൻ. നിങ്ങൾക്കറിയാമോ എന്താണ് യൗമുദ്ദീൻ? ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത ദിവസം, ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത ദിവസം. ആരും ആരുടെ വാല് പിടിച്ച് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പൂതി വേണ്ട. അത് വേണമെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യണം, സത്യവിശ്വാസിയായിരിക്കണം, ഏകദൈവ വിശ്വാസിയായിരിക്കണം, അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച ആൾക്ക് മാത്രം റസൂലുള്ളാഹിന്റെ ശഫാഅത്ത്. അത് അള്ളാഹ് അനുവദിച്ചവർക്ക് അള്ളാഹ് അനുവദിച്ചത്ര മാത്രം നൽകപ്പെടുന്നു. അതുകൊണ്ട് ഈ കാസർഗോഡ് ഭാഷയിൽ പറയാറുണ്ട്, എന്ത് വെള്ളപ്പൊക്കം വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും എന്ത് കാട്ടാൻ പാടില്ല, മുറ്റത്ത് കാഷ്ടിച്ച് വെക്കാൻ പാടില്ല. വെള്ളപ്പൊക്കം വന്നില്ലെങ്കിലോ അത് അവിടെ തന്നെ ഉണ്ടാവില്ലേ എന്ന മാതിരിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ ബേക്കൽ കൂടിയാൽ, ഇദ്ദേഹത്തിന്റെ ബേക്കൽ കൂടിയാൽ, ആ ഒലിയുടെ ബേക്കൽ കൂടിയാൽ, ആ ശൈഖിന്റെ ബേക്കൽ കൂടിയാൽ, അയാളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്നീ അന്ധവിശ്വാസം, എന്നീ ശിർക്കൻ ചിന്താഗതി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ട് മുസ്ലിമായി ജീവിക്കാൻ തീരുമാനിച്ച റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടണമെന്ന് പുതിയുള്ള ഒരു സത്യവിശ്വാസിയിൽ പാടുള്ളതേ അല്ല. സുബ്ഹാനല്ലാഹ്, ദൈനംദിനം പള്ളിയിൽ വെച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാം പറയുന്ന വാക്ക് കാസർഗോഡ് ഭാഷയിൽ വാക്ക് വൈത്താന്റെയും കോലം ശൈത്താന്റെയുമായി മാറുന്നുണ്ട് പലരിലും. അള്ളാഹിന്റെ മുമ്പിൽ ഒന്ന് പറയാ, എന്നിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ്, പുലിയാടിച്ചെടുക്കൽ പോയാൽ അവളോട് പറയുന്നത് പോലെ, വ്യഭിചാരിണി എടുക്കൽ പോയാൽ അവളോട് പറയുന്നത് പോലെ, നിന്നെ മാത്രം ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറയുന്നത് പോലെ, അത് തുല്യതയുള്ളത് അല്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നു. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ആ ഉദാഹരണങ്ങൾ പറയൽ ഖുർആനിൽ തന്നെ ഉള്ളതായ ഭാഗമാണ്. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇന്ന് സംഭവിക്കുന്നത് അതാണ്. റബ്ബിന്റെ മുമ്പിൽ വന്നിട്ട് എന്ത് പറയുന്നു? റബ്ബേ നിന്നെ മാത്രം. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സുഹൃത്ത് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ കൊണ്ടുവന്നു. ആദ്യമായിട്ട് മങ്കൂസി എന്ന തലട്ടി മറിഞ്ഞതായ മൗലൂദി എഴുതിയ മനുഷ്യൻ സമസ്തയുടെ നേതാവാണെന്നുള്ള പുസ്തകം, അറബി ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകം. ഈജിപ്തിൽ അദ്ദേഹം പോയോന്നറിയില്ല, സമദ് സാഹിബ് നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റേറ്റ് അതിൻ്റെ മൗലൂദി എന്ന മങ്കൂസിൻ്റെ ഭാഗം ഞാൻ അച്ചടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സമസ്ത പണ്ഡിതന്മാരൊരു മനുഷ്യൻ ആ പുസ്തകം ഈജിപ്തിൽ അടിച്ചു വിട്ടതാണ്. അതിലാണ് മൂപ്പർ എഴുതിയിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ വേറെ മുസ്ലിയാമാര് എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ട് 100 കൊല്ലം പൂർത്തിയായിട്ടില്ല, 1300 അറബി ഭാഷയിൽ, 300 അഥവാ ഹിജ്റ ഭാഷയിൽ 375 അത് അച്ചടിക്കപ്പെട്ടത് തന്നെ. ഇപ്പോൾ കേരളത്തിൽ അറിവില്ലാത്തവരുടെ അടുക്കൽ ഖുർആന്റെ സ്ഥാനത്താണ് മങ്കൂസി എന്ന തലട്ടി പറഞ്ഞതായ ആ സാധനം. എന്താ അതിലുള്ളത്? യാ സയ്യിദ സാദാതി. അവിടെ അള്ളാഹിനോട് പറഞ്ഞു, എന്ത്? എൻ്റെ നമസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ സക്കാത്ത്, എൻ്റെ ഹജ്ജ്, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം നിനക്ക് മാത്രം എന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറിവില്ലാത്ത മുസ്ലിയാമാരെ കാശ് കൊണ്ടുവന്നിട്ട്, ഞാൻ പണ്ട് കാട്ടിയതാണ്, എൻ്റെ അറിവില്ലാത്ത കാലത്തിൽ അള്ളാഹു എനക്കും നിങ്ങൾക്കും മാഫ് ചെയ്യട്ടെ. എന്നിട്ട് എന്താ പാടുന്നത്? ഈ സമസ്തക്കാരൻ ഉണ്ടാക്കിയ പുസ്തകത്തിൽ, നേതാക്കളിൽ നേതാവായ റസൂലേ, ഞാൻ നിങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നത്, എന്നെ നിങ്ങൾ പഴാക്കി കളയരുത്, എൻ്റെ അപേക്ഷ നിങ്ങൾ നിറവേറ്റാതിരിക്കരുത്, സ്വീകരിക്കാതിരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നീ റബ്ബിനോട് പറയുകയാണെങ്കിൽ എന്താ പറയാ? ഇതിനപ്പുറം റബ്ബിനോട് പറയുന്ന അതേ വാക്ക്, അതേ ശൈലി ഷിട്ടികളോട് പറയാ, കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോട്. റസൂൽ അള്ളാഹുവിൻ്റെ മഹാനാണ്. പക്ഷേ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മഹാനാണ്, അള്ളാഹുവിൻ്റെ ദൂതരാണ്, നമ്മുടെ നേതാവാണ്. നമ്മുടെ ശരീരത്തെക്കാൾ റസൂലിനെ സ്നേഹിച്ചില്ലെങ്കിൽ നാം മുസ്ലിം അല്ല. ലോക മുസ്ലിങ്ങളുടെ ലോക നബിമാരുടെ നേതാവാണ് റസൂൽ. പക്ഷേ സ്വർണത്തിൻ്റെതാണ് കത്തി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പള്ളി കുത്തിയാൽ എന്താ സംഭവിക്കുക? മരിക്കും. സ്വർണത്തിൻ്റെതാണ് കത്തിയെങ്കിലും കത്തി കൊണ്ട് മുറിക്കാനേ പറ്റുള്ളൂ. നേതാക്കളാണെങ്കിലും അവരെ ആദരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക, ഹിസ്റ്ററി പറയുക, ജീവിതത്തിൽ അവരുടെ ജീവിതം പകർത്തുക, അവരുടെ മുത്തബിയായി മാറുക. അവരോട് മുത്തബിയായി മാറരുത്. റസൂലിനോട് തന്നെ അല്ലാഹു പറയാണ്, ഖുൽ മാ കുന്തു ബിദഅൻ മിനർ റുസുലി വലാ അദ്രി
മാ യുഫ്അലു ബി വലാ ബിക്കും. ഈ വശം നാം പഠിച്ചിട്ടില്ല. നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പുത്തൻ ആശയവുമായി വന്ന ആളല്ല. നബിമാര് കൊണ്ടുവന്നതാണ് ഞാൻ കൊണ്ടുവന്നത് ഖുർആൻ. ഖുൽ മാ കുന്തു ബിദ്അൻ മിനർ റുസുലി. എനിക്കറിയുകയില്ല നിങ്ങളെയും എന്നെയും അല്ലാഹ് എന്ത് കാട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. എന്തേ? അള്ളാഹിന്റെ ആ പരമാധികാരം റസൂൽ ഉണർത്തുന്നു. ഖുർആനാണ് പരമാധികാരം. എന്ത്? നിങ്ങളെ മുഴുവനും നോട്ടിയിട കൊണ്ട് റബ്ബ് ചുട്ടി ചാമ്പലാക്കിയാൽ ആരാ റബ്ബിനോട് ചോദിക്കുക? ലാ യുസ്അലു അമ്മാ യഫ്അൽ. അവൻ ചെയ്യുന്നതിനെ ചോദിക്കപ്പെടുകയില്ല. വഹും യുസ്അലൂൻ. അവരോടാണ് ചോദിക്കപ്പെടുക. ലാ മുഅഖിബ ലിഹുക്മി. അവന്റെ വിധിക്ക് നിരൂപണം നൽകുന്ന ശക്തിയോ വ്യക്തിയോ ഇല്ല. ആ മഹാനായ റബ്ബിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പലരും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അറിവില്ലാത്തവരാണെങ്കിൽ തെറ്റിദ്ധരിക്കാറുണ്ട്, ഇവർക്ക് എന്തോ ഒരു വെറുപ്പ് റസൂലിനോട്. അല്ല, റസൂലിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്നവരാണ് നാം. മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ ശബ്ദം നെറ്റിൽ ഞാൻ കേൾക്കാൻ സാധിച്ചു. അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് 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 അദ്ദേഹം തന്നെ റസൂലിനെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ല എന്ന് പറയുകയാണോ? റസൂലുള്ളാഹി ഞങ്ങളുടെ ശരീരത്തേക്കാൾ ഞങ്ങൾ ഫിദാഹു അബി വ ഉമ്മി, എൻ്റെ ഉമ്മയും വാപ്പയും അവർക്ക് പ്രായശ്ചിത്യം എന്ന പദം പറഞ്ഞുകൊണ്ട് മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് കരഞ്ഞ് സംസാരിക്കുന്ന ശൈലി ഞാൻ നെറ്റിൽ കേട്ടു. അദ്ദേഹത്തിൻ്റെ പഴയ പ്രസംഗമാണ്. അദ്ദേഹം എൻ്റെ നേരിട്ട് പ്രസംഗം കേട്ട, നേരിട്ട് ക്ലാസ്സിൽ പങ്കെടുത്ത എൻ്റെ ഒരു ഉസ്താദ് കൂടിയാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, അല്ലാഹ് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വരാൻ കാരണക്കാരനും അദ്ദേഹം തന്നെയാണ്. അത് പോകട്ടെ, നമ്മുടെ വിഷയമല്ല. പറഞ്ഞു വരുന്നത്, നാം റസൂലിനെ സ്നേഹിക്കുന്നു, സയ്യിദ് റബി റസൂലിനെ സ്നേഹിക്കുന്നു, സയ്യിദ് റബിൻ പണ്ഡിതന്മാർ റസൂലിനെ സ്നേഹിക്കുന്നു, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ റസൂല് ചെയ്യാത്തത് ചെയ്യാൻ ഇവർ തയ്യാറില്ല, പറയാത്തത് പറയാൻ തയ്യാറില്ല. ദീനിലുള്ളതാണെങ്കിൽ ജന്മദിനാഘോഷം കൊണ്ടാടാം, ദീനിലുള്ളതാണെങ്കിൽ മരണദിനാഘോഷങ്ങൾ കൊണ്ടാടാം. ദീനിലില്ലേ സിദ്ധിച്ച ലാഭം മതി. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും സഹാബാക്കൾ ആ സകലം നമ്മുടെ 4 മദ്ഹബിന്റെ ഇമാമുകൾ ഇവരെല്ലാം ഈ അനാചാരം കാട്ടാതെ സ്വർഗത്തിൽ പോകുമോ? പോകും. എന്നാൽ അവരുടെ കൂടെ നമുക്ക് പോകണം. അതേ ഇവർക്ക് അഭിപ്രായമുള്ളൂ. എന്നല്ലാതെ ഇവരുടെ ഇഷ്ടാനുസരണം ദീനില്ലാത്ത ഒന്നും തന്നെ ഇവർ കൂട്ടിച്ചേർത്തിട്ടില്ല എന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ആധികാരികത നൽകുന്ന രൂപത്തിൽ ഖുർആൻ ഫാത്തിഹയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹം തലട്ടി മറിഞ്ഞതായ ആ ശിർക്കീസമുള്ളതായ അനാചാരമുള്ളതായ ആ മൗലൂദുകൾ ഓതൂല. പിന്നെ എന്താണ്? റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയുന്ന ഇതുപോലത്തതായ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് നിറഞ്ഞ പണ്ഡിതന്മാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ജീവിത രീതി പഠിക്കാൻ അവന് മനക്കെടും. എന്നിട്ട് അവരുടെ ജീവിതമാക്കി മാറ്റാൻ മനക്കെടും. ആലോചിച്ച് ഒരു പെണ്ണ് അവിടെ നിൽക്കാണ്. എവിടെ? മദീനയുടെ കവാടത്തിൽ. എപ്പോൾ ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് സഹാബാക്കൾ മടങ്ങി വരുമ്പോൾ അൻസാരി പെണ്ണാണ്. എന്നിട്ട് ആ പെണ്ണ് ചോദിക്കുകയാണ് വരുന്ന സഹാബാക്കളോട്. കാരണം സഹാബാക്കൾ 1000-ൽ പരമുണ്ട്. 1000-ൽ പരം സഹാബാക്കൾ അവരെല്ലാവരും പരിക്കിലാണ്. ഇത് കണ്ടപ്പോൾ മുപ്പത്തിക്ക് വലിയ പ്രയാസം. എന്തേ ഇത്? പിന്നെ അക്കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ഷഹീദായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളുടെ മകൻ ഷഹീദായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളുടെ സഹോദരൻ ഷഹീദായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വീട്ടിൽ നിന്ന് പോയ 3 പേരും ഷഹീദാവാനോ? അപ്പോൾ മഹാ അപകടം. അവിടെ ചോദ്യം ഉടലെടുത്തത് എന്താണ്? യഥാർത്ഥ സ്നേഹം. ആ സഹോദരി ചോദിക്കുന്ന അൻസാരി പെണ്ണ്, അള്ളാഹിൻ്റെ ദൂതർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ? എനിക്കതാണ് അറിയേണ്ടത്. എൻ്റെ ഭർത്താവ് മരിച്ചാൽ പോയി സ്വർഗത്തിലേക്ക് ഉറപ്പാണ്. റസൂലും ഖുർആനും പറഞ്ഞതാണ്. അതിൽ പ്രശ്നമില്ല. എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ ആങ്ങളെയും എൻ്റെ വാപ്പയും മരിച്ചതല്ല, അല്ലെങ്കിൽ ഷഹീദായതല്ല പ്രശ്നം. റസൂല്, അതാണ് പ്രശ്നം. എന്തൊരു ഈമാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സന്ദർഭത്തിൽ സഹാബി പറഞ്ഞു, അതേ റസൂലിന് അല്പം പരിക്കുകളേറ്റിട്ടുണ്ടെങ്കിലും അവരതാ വരുന്നുണ്ട്, അവർ മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മറുപടി നൽകി. അപ്പോൾ ആ സഹോദരി, അത് പോരാ, എനിക്ക് കാണുന്നെ വേണം, എൻ്റെ ഹൃദയം സമാധാനിക്കണമെങ്കിൽ റസൂല് ജീവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാവണം. എന്താ സ്നേഹം. അപ്പോൾ ഇവിടെ മരിച്ചവരുടെ പേര് നിങ്ങൾ കേട്ടല്ലോ, അതൊന്നുമല്ല പ്രശ്നം. റസൂലിനെ കാണണം, എൻ്റെ റസൂല് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പാവണം. അങ്ങനെ റസൂല് വരുന്നത് കണ്ടപ്പോൾ കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, മായാതെ മങ്ങാതെ സ്വർണ്ണ ലിപികൾ കൊണ്ട്
ഇസ്ലാമിക് ഹിസ്റ്ററി എഴുതപ്പെടേണ്ടതായ പദമാണ് ആ സഹോദരി പറഞ്ഞത്. ഇങ്ങനെ സ്നേഹിക്കുന്ന, എന്താ അതിൻ്റെ അർത്ഥം? എന്ത് മുസീബത്ത് വന്നാലും നിങ്ങൾക്ക് ശേഷം ഒരു മുസീബത്തും എൻ്റെ അടുക്കൽ മുസീബത്തേ അല്ല, നിങ്ങൾക്ക് തട്ടുന്ന മുസീബത്താണ് മഹാമുസീബത്ത്. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് മുസ്ലിം ലോകവാസകരം ജീവിച്ചതിന് തുല്യമാണ്. കാരണം ഈ മതത്തിന്റെ സ്ഥാപനം, ഈ മതത്തിന്റെ പ്രചരണം, ഈ മതത്തിന്റെ വിജയ പതാക പറക്കൽ നിങ്ങളിലൂടെയാണ് റസൂലേ. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചു എന്നത് സമാധാനവും ശാന്തിയും ഹൃദയത്തിൽ നൽകുന്ന കാര്യമാണ്. എൻ്റെ ഭർത്താവ് മരിക്കട്ടെ, ഷഹീദാവട്ടെ, എൻ്റെ ഭർത്താവ് വാപ്പ ഷഹീദാവട്ടെ, എൻ്റെ സഹോദരൻ ഷഹീദാവട്ടെ, അത് പ്രശ്നമല്ല. ഈ തത്വം, ഈ വിശ്വാസം, ഈ സ്നേഹം ഉടലെടുക്കാൻ കാരണമെന്ത്? ഖുർആൻ പഠിക്കേണ്ടതുപോലെ ഖുലിക്കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅശീറത്തുക്കും വഅംവാലു ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ ഭാര്യ, മക്കൾ, കുട്ടികൾ, സന്താനങ്ങൾ, നിങ്ങളുടെ സമ്പത്തുകൾ, ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ, ഇതൊക്കെ ആരേക്കാൾ? അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ആരേക്കാൾ? മിനല്ലാഹി, അള്ളാഹിനേക്കാൾ. ഓ റസൂലി, അള്ളാഹ് റസൂലിനേക്കാൾ. ജിഹാദ് ഫീ സബീലി, അള്ളാഹിന്റെ വഴിയിൽ പോരാടുന്നതിനേക്കാൾ. പിന്നെന്താ അള്ളാഹ് പറഞ്ഞത്? നിങ്ങൾക്ക് നരകത്തിൽ പോകാമെന്നാണോ? നിങ്ങൾ ഞാൻ ശിക്ഷിക്കുമെന്നാണോ? അല്ല, കാത്തോ. നമ്മൾ കുട്ടികൾ ഉദാഹരണം വലില്ലാഹിൽ മസലുൽ അല, അള്ളാഹിനോട് തുല്യപ്പെടുത്തുന്ന ഉദാഹരണമല്ല. അള്ളാഹുവിൻ്റെ മസലുൽ അല എൻ്റെ ഉടമയാണ് അള്ളാഹു. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. കുട്ടി വാക്ക് പാലിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയാൽ വരൂലടാ വൈകുന്നേരം വീട്ടിലേക്ക്. ഉമ്മ പറയും, ഉമ്മക്ക് പിന്നിലോടാൻ പറ്റുമല്ലോ കുട്ടിയുടെ ബാക്കിൽ, അല്ലേ? നീ വരൂലേ വൈകുന്നേരം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കും. ഇതങ്ങനെയല്ല. ഇത് അള്ളാഹിന്റെ പറച്ചൽ. നീ ഫതറബ്ബസു, എൻ്റെ കോർട്ടിലേക്ക് വരും. എൻ്റെ കോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് കഥോ, ഞാൻ നിനക്ക് എന്താ പ്രതികാരം നൽകുന്നത്? എന്തിൻ്റെ പകരം? റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാത്തതിന് പകരം. അപ്പോൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലിക്കറ്റിൽ നിന്ന് വന്ന ഫോണിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് അവിടെ? AP മുഹമ്മദ് സിന്ദാബാദ്. ഒരു കുട്ടിയെ ലോറിയിൽ കയറ്റിയിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു കുട്ടിയെ ലോറിയിൽ വെച്ചിട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. മുഹമ്മദിനോട് തുല്യപ്പെടുന്ന കുട്ടിയുണ്ടോ ലോകത്ത്? എന്നിട്ട് AP മുഹമ്മദ് സിന്ദാബാദ്. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് ഫോണിലൂടെ, എന്താ AP എന്ന്. ഇപ്പൊ കുറെ AP മാരെ നമ്മൾ ഭരിച്ചുകൊണ്ട് ഈ AP ഏതാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ അന്ത്യപ്രവാചകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് അന്ത്യപ്രവാചകൻ എന്ന് നമ്മളെ ക്ലാസ് മെമ്പറാണ്, മനസ്സിലായില്ലേ? അങ്ങനെ റസൂലുള്ളാഹിനെ കളിയാക്കാം, റസൂലുള്ളാഹിനെ തരം താഴ്ത്താം ഘോഷയാത്രയിലൂടെ. റസൂലുള്ളാഹി ഘോഷയാത്രയുടെ ആളാ? റസൂലുള്ളാഹി പറഞ്ഞറിയിക്കേണ്ട ആളാ? റസൂലുള്ളാഹി പരിചയപ്പെടുത്തേണ്ട ആളാ? എന്താണ് മനസ്സിലാക്കിയത്? ശാസ്ത്രിയുടെ മരണദിനം വരുമ്പോൾ ചരമദിനം, ശാസ്ത്രി മരിച്ച ദിനമാണെന്ന് അത് പറയാതെ അറിയില്ലല്ലോ. അദ്ദേഹം സിഫർ അലശിമാലാണ്, ലോകത്തിന് അറിയില്ലല്ലോ എന്താ ശാസ്ത്രി. മറന്നു ലോകം. അതുപോലെ നെഹ്റു, അതുപോലെ ആരായിരുന്നാലും ഭൗതിക നേതാക്കളുടെ സ്ഥിതി അതാണ്. അതാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാൽ അഞ്ചോക്ത നമസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ പേര് നമസ്കാരത്തിന്റെ അകത്ത്, അദ്ദേഹത്തിന്റെ പേര് നമസ്കാരത്തിന് പുറത്ത് ബാങ്കിലൂടെ നമ്മളോട് പറയണമെന്ന് നിർബന്ധമാക്കിയ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്മരിച്ചുകൊണ്ടേയിരിക്കുന്ന, പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ടേയിരിക്കുന്ന മഹാവ്യക്തിത്വത്തെക്കുറിച്ച് മജ്ഹൂലാക്കി ഗണിക്കുക, പരിചയപ്പെടുത്തുക, അറിവില്ലാത്ത ആളെ പോലെ ഗണിക്കുക. എന്നിട്ട് കൊല്ലത്തിലൊരു പ്രാവശ്യം മാത്രം ഘോഷയാത്ര. കേരളത്തിൽ നിന്നിട്ട് നാട്ടിൻ്റെ പേര് പറയുന്നില്ല, കാസർഗോഡിൽ നിന്നിട്ട് വടക്ക് ചിലപ്പോൾ നാട്ടുകാർ ഇവിടെ ഉണ്ടാവാം. വടക്കിൽ നിന്നിട്ട് ഒരു പ്രസംഗത്തിൻ്റെ വിവരം കിട്ടി. മൗലവി ഇവിടെ ഒരാൾ പ്രസംഗിച്ചു. എന്താണ്? അദ്ദേഹം മൗലിദ് ഒരാൾ ആഘോഷിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ നമസ്കരിച്ചില്ലെങ്കിലും, നോമ്പ് പിടിച്ചില്ലെങ്കിലും, സക്കാത്ത് കൊടുത്തില്ലെങ്കിലും, ഹജ്ജ് ചെയ്തില്ലെങ്കിലും, ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അത് മതി എന്നൊരാൾ ഇവിടെ പ്രസംഗിച്ചു. ഞാൻ അദ്ദേഹത്തോട് തൽക്കാലം സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഉമറാമറ്റം ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ, ഉമറിനറിയല്ലോ റളിയല്ലാഹു തആല അൻഹു, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ചുട്ടിച്ചാമ്പലാക്കി ഭാരതപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വെണ്ണീർ എറിഞ്ഞിരുന്നേനെ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെന്ത് പറയാനാണ്? ഉമറേ, റസൂലുള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഇങ്ങനെ അബൂ ഹുറൈറ വരാ, ചെരുപ്പ് മൂപ്പരുടെ കയ്യിൽ. ബുഖാരിയിലാണ് ഹദീസ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ബുഖാരിയിലാണ് ഹദീസ്, ചെരുപ്പ് മൂപ്പരുടെ കയ്യിൽ. ഉമർ ചോദിച്ചു, എവിടുന്നാ വരുന്നത്? പറഞ്ഞു, റസൂലുള്ളാഹിയുടെ അടുക്കൽ നിന്ന് വരുന്നതാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞിരിക്കുകയാണ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അദ്ദേഹം സ്വർഗത്തിൽ കടന്നു. കൊടുത്തിട്ട്
നെഞ്ചത്തേക്ക് അടി. ഉമറിൻ്റെ അടി കൊള്ളാനുണ്ടോ? അബൂഹുറൈറ സാധു മനുഷ്യനാണ്. ഉമർ എന്ന് പറഞ്ഞാൽ ഹൈറ്റുള്ള മനുഷ്യനാണ്. ഉമർ എന്നൊക്കെ പറഞ്ഞാൽ കണ്ട പേടിക്കും. ഹിജ്റ വന്ന സമയത്ത് അദ്ദേഹം കുതിരയുടെ മീതെ കയറി പറഞ്ഞു എന്ത്, ആർക്കെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവ് വേണമെന്ന് പൂതിയുണ്ടെങ്കിൽ, ഉമ്മാക്ക് മകൻ വേണമെന്ന് പൂതിയുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരിക, ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാനിതാ പോവാണ് മദീനയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഉമറിലേക്ക്. ഉമർ അവിടുന്ന് അടികൊള്ളാനില്ലല്ലോ ഇദ്ദേഹത്തിന്, അത് വീടുപോയി. മനസ്സിലായില്ലേ? പിന്നെയാണ് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് പോയിട്ട് വിശദീകരണം കേൾക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ആരാധന, അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം ജീവിതം. അതുകൊണ്ട് തന്നെ റസൂൽ തന്നെ ഒരു അവസരത്തിൽ പറയുകയുണ്ടായി, ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടതുപോലെ ഹൃദയം തട്ടി പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ് പറയുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. സഹാബി ചോദിക്കുന്നു, ഞാൻ പറയട്ടെ ദൂതരേ? റസൂലുള്ളാഹി പറഞ്ഞു, ഇപ്പോൾ പറയേണ്ട കാരണം എത്തക്കിരു, അവര് ബരമേൽപ്പിച്ച് കളയും, ഇത്തിക്കാലുണ്ടാകും. അഥവാ നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട എന്ന് ആ മനുഷ്യൻ പറഞ്ഞതുപോലെയുള്ള പഴച്ച ചിന്താഗതിയിലേക്ക് എത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്ഥാപിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണ്? അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥനയില്ല, അള്ളാഹ്ക്കല്ലാതെ ആരാധനയില്ല, അള്ളാഹ്ക്കല്ലാതെ നേർച്ചയില്ല, അള്ളാഹ്ക്കല്ലാതെ അറിവില്ല, അള്ളാഹ്ക്കല്ലാതെ മരണമില്ല, അള്ളാഹ്ക്കല്ലാതെ ജീവിതം സകലം ഇല്ല. ഭരമേൽപ്പിക്കലില്ല, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചോദിക്കലില്ല. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ആ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ അള്ളാഹു റസൂൽ അയച്ച വ്യക്തിയാകുമ്പോൾ അദ്ദേഹം പറയും പോലെ ഇല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം ജീവിക്കാൻ പറ്റൂല. മുഹമ്മദ് ജീവിച്ചതുപോലെ ജീവിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഈ അഹ്ലുസുന്ന വൽ ജമാഅ ഇവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ. ഇവര് ഒരാഘോഷം കൊണ്ടാടേണ്ടതില്ല. റസൂലുള്ളാഹി കൽപ്പിച്ച രണ്ടാഘോഷം ഒഴിച്ച്. ഏതൊക്കെയാണ്? ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ. ഈ രണ്ട് പെരുന്നാൾ പഠിക്കാൻ മാത്രമുള്ള പെരുന്നാളാണ്. രണ്ടും അള്ളാഹ് ഇറക്കി തന്ന ഖുർആനിന് നന്ദി പ്രകടനമാണ് ചെറിയ പെരുന്നാൾ. അപ്രകാരം തന്നെ ഹജ്ജിലുള്ള അള്ളാഹ്ക്ക് അറവാണെന്ന് സ്ഥാപിക്കുന്ന, തൗഹീദ് സ്ഥാപിക്കുന്ന ഭാഗമാണ് വലിയ പെരുന്നാൾ, അഥവാ ബലിയുടെ പെരുന്നാൾ. ഫൈദാ ഖാല മാലിക് യൗമിദ്ദീൻ, അടിമ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ, അഥവാ പ്രതിഫലം നൽകപ്പെടുന്ന നാളിൻ്റെ ഉടമ, പൊട്ടിക്കരയണ്ടേ മനുഷ്യൻ? പൊട്ടിക്കരയണ്ടേ അത് പറയുമ്പോൾ? ഒന്ന് ആലോചിച്ച് നോക്കുക. ആരുമില്ല. എവിടെയെങ്കിലും വെള്ളപ്പൊക്കം വന്നിട്ട് എല്ലാവരും നശിച്ചു, നീ മാത്രം ഒരു സമുദ്രത്തിൻ്റെ മധ്യത്തിൽ, ഫോണില്ല, മൊബൈലില്ല, ഒരു മാധ്യമവുമില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്താ സ്ഥിതി? എന്താ സ്ഥിതി? ദിവസത്തെ ഇങ്ങനെ ബേക്കോട്ടിലേക്ക് അടിക്കുകയാണ്, ബേക്കോട്ടിലേക്ക്. ഇന്ന് പോയി, നാളെ പോയി, മറ്റന്നാൾ പോയി, ഭക്ഷണമില്ല. ഉള്ള ഭക്ഷണം അത് മുഷിഞ്ഞ് അവസാനിച്ചു. വെള്ളം മരിക്കാൻ പോകുന്നിറങ്ങും ഒരു അവസാനം അല്ലേ? നമ്മളൊന്ന് കോലപ്പെടുത്താൻ നമ്മുടെ ജീവിതം. ആരുമില്ലെങ്കിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി, എല്ലാവരും ഓടും. ഉമ്മ പണ്ട് ആ കുഞ്ഞോമന പൈതലിനെ തോളിൽ അല്ലെങ്കിൽ നെഞ്ചത്ത് വെച്ചുകൊണ്ട് മുലയോട്ടിയ ഉമ്മ, സുബ്ഹാനല്ലാഹ്, ആ മുലയോട്ടിയ ഉമ്മ. ഈ കുട്ടി അവിടുന്ന് ഒരു ഹസനത്ത് കുറഞ്ഞു കാണുമ്പോൾ ആ ഹസനത്ത് ഉമ്മാക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉമ്മ ഒരു ഹസനത്ത് തരണം, ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മയോടും ഖുർആൻ ഉമ്മയോടും. അതാണ് കൊലപ്പെടുത്താൻ പറ്റൂല നമുക്ക്. ആ ദിവസമാണ് മാലിക് യൗമിദ്ദീൻ. എല്ലാ കാര്യം പരമേൽപ്പിക്കാൻ അന്ന് അവൻ പറ്റി. ആര്? റബ്ബ് നമ്മുടെ കൂടെയാണോ? എന്നാൽ ഉദ്ഖുലൂഹാ ബിസലാം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. സത്യവിശ്വാസികൾ നരകവാസികൾ സ്വർഗവാസികൾ എന്നിട്ട് വേർതിരിയട്ടെ എന്ന് ഓർഡർ വരുന്ന സന്ദർഭം അള്ളാഹ് ആ സ്വർഗവാസികളിൽ നമ്മെ പെടുത്തട്ടെ. റസൂലിനെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കുന്നവരെ പെടുത്തട്ടെ. ഇതാ ഫാത്തിഹയുടെ പകുതിയിലേക്ക് എത്തുമ്പോഴാണ് ഫൈദാ ഖാല, അടിമ പറഞ്ഞാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക. മൊയ്തീൻ ഷേഖിനോടല്ല, റിഫായ് ഷേഖിനോടല്ല, ബദ്രീങ്ങളോടല്ല, മമ്പർത്തങ്ങളോടല്ല, പിന്നെയോ ഉള്ളാൾ തങ്ങളോടല്ല. അവരൊക്കെ കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരായിരുന്നു. കാശിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാർക്ക് അള്ളാഹുവിൻ്റെ എല്ലാ മനുഷ്യന്മാർ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റിയിട്ടില്ല.
അങ്ങനെയുള്ളവരോട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി കൈപ്പൊക്കാൻ പാടില്ല. നിന്യനാരാണ്? അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, കൈപ്പൊക്കുന്നവൻ നിന്യൻ. സഹാബാക്കളൊക്കെ നാവിൽ നീഹി എന്ന് പറയൽ വെറുപ്പാണ് അവർക്ക്, അടിമകളോട്. അനുവദിക്കപ്പെട്ട കാര്യം തന്നെയാണ്, എന്നാലും വെറുപ്പാണ്. മുസ്ലിമിൽ നാവിൽ നീഹി, അയാൾ ഒട്ടകത്തിൻ്റെ മീതിയാണ്, അയാൾ കുതിരയുടെ മീതിയാണ്, വടി താഴെ വീണ് പോകുന്ന ആളോട് നാവിൽ നീഹി, ആ വടി ഒന്ന് കാട്ടിയേക്ക് എന്ന് പറയാൽ അവർക്ക് വെറുപ്പാണ്. എന്തേ? ഷിട്ടികളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, നിർബന്ധാവസ്ഥയിൽ മാത്രം ചോദിച്ചാൽ മതി. അള്ളാഹ് അനുവദിച്ചാണ് ഷിട്ടികളോട് പരസ്പരം ചോദിക്കാം, സഹായം അഭ്യർത്ഥിക്കാം. ഷിട്ടികളോട്, ജീവിച്ചിരിക്കുന്നവരോട് ആവശ്യമുള്ളതൊക്കെ ചോദിക്കാമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. എന്നിട്ട് പോലും സഹാബാക്കൾക്ക് മറ്റുള്ളവരോട് ചോദിക്കാന്നുള്ള റസൂൽ ഉണ്ടല്ലേ, ചെറുപ്പത്തിൽ 12-13 വയസ്സുള്ള സമയത്താണ് റസൂൽ ഇരിക്കുന്നത്. ആർക്ക്? അബ്ദുല്ലാഹിബ്നു അബ്ബാസിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീല ഫഖിഹു ഫിദ്ദീൻ എന്ന് റസൂലുള്ളാഹ് തലയിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. ഇദ്ദേഹം പാണ്ഡിത്യം ഇൽമു തഫ്സീറിലും ഫഖ്ഹിലും നൽകണമെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം മഹാപണ്ഡിതനായി. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരെന്താണ്? ഹിബ്റുൽ ഉമ്മ. എന്താണ് ഹിബ്റുൽ ഉമ്മ? മലയാളത്തിൽ എന്താ അർത്ഥം? ഈ മുസ്ലിം ഉമ്മത്തിന്റെ മഷി ഓ ബഹ്റുഹ, അതിൻ്റെ സമുദ്രം. അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുമ്പോൾ അള്ളാഹുവോട് മാത്രം ചോദിക്കുക. ഓ ഇദാ ഇസ്തഅൻത ഫസ്തഅൻ ബില്ലാ, നീ സഹായാർത്ഥന നടത്തുമ്പോൾ അള്ളാഹുവോട് മാത്രം സഹായാർത്ഥന നടത്തുക. കുട്ടി, നിനക്ക് ലോകം മുഴുവനും നിനക്കൊരു തിന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ തീരുമാനം വേണ്ടാന്നാണെങ്കിൽ ആ തിന്മ നിനക്ക് തട്ടൂല. ലോകം മുഴുവനും ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ നിനക്ക് അള്ളാഹുവിന്റെ തീരുമാനം ആ നന്മ നിനക്ക് തട്ടരുത് എന്നതാണ്. എന്നാൽ ഒരു നന്മ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല നിനക്ക്. എന്തേ? അള്ളാഹിന്റെ വിധി പണ്ട് തന്നെ തീരുമാനിച്ചു, പണ്ട് തന്നെ എഴുതി. മഷി വെറ്റിപ്പോയി, അള്ളാഹിന്റെ വിധി നടന്നു കഴിഞ്ഞു. ഇതാണ് അള്ളാഹിന്റെ കഴിവുകൽപ്പ്. ഇത് മനസ്സിലാക്കുന്ന മനുഷ്യനാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇദാ സഅൽത ഫസ്അലില്ലാ എന്ന ഹദീസ്, നീ ചോദിച്ചാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കണമെന്നതായ ഹദീസിൽ നാം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത് എന്ത്? അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്ത ആളോട് ചോദിക്കാൻ പാടില്ലാത്തത് എന്ത്? അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ലാത്തത് എന്ത്? എന്നീ കാര്യങ്ങൾ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അർബഈന നവവി എന്ന ഗ്രന്ഥത്തിൽ, അതിൻ്റെ വിശദീകരണത്തിൽ, അർബഈന നവവി എന്ന ഗ്രന്ഥത്തിന് പല ശറഹുകൾ ലോകത്തിലുണ്ട്. നാം നേരത്തെ പറഞ്ഞ നവവി ഇമാമുണ്ടല്ലോ, അദ്ദേഹത്തിന് അർബഈന നവവി എന്ന ഗ്രന്ഥമുണ്ട്. ലോക പ്രസിദ്ധിയാർച്ച ഗ്രന്ഥമാണത്. ഏതുപോലെ റിയാദുസ് സാലിഹീൻ എന്നതുപോലെ. വഹൽ ഫതൻ ഫീകും ഫമാ ഖില്ലുൽ ലനാ നേരത്തെ ഇബ്നു മാലിക്കിന്റെ കഥ പറഞ്ഞപ്പോൾ നാം പറഞ്ഞില്ലേ എന്ത്? മഹാനായ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നവവി ഇമാമിന്റെ സമകാലനാണ്, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. പക്ഷെ ഒരാൾ സ്പെയിനുകാരനാണ്, മറ്റാൾ അറബിയാണ്. ഈ അറബിയായ നവവി ഇമാമിന്റെ സമകാലനായതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു മാലിക് അറബിക് ഗ്രാമർ എഴുതിയ വേളയിൽ ഇത് ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അസ്ലിൽ തന്നെ, മത്നിൽ തന്നെ വഹൽ ഫതൻ ഫീകും ഫമാ ഖില്ലുൽ ലനാ വറജുലുൻ മിനൽ കിറാമി ഇൻദനാ. ആ റജുലുൻ കിറാം, അത് നമ്മുടെ കൂടെയുണ്ട് നവവി ഇമാം. ആ നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമാണ് എന്ത്? അർബഈന നവവി. അത് അർബഈന നവവി എന്ന പേരിൽ അറിയപ്പെടുന്ന 40 ഹദീസുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിൽ നവവി ഇമാം തന്നെ ഇദാ സഅൽത ഫസ്അലില്ലാ എന്ന ഹദീസിന് വിശദീകരണം നൽകിയതായ അദ്ദേഹത്തിൻ്റെ ശറഹിൽ ആരോടാണ്? അള്ളാഹു അല്ലാത്തതായ ശക്തികളോട് എന്തൊക്കെ ചോദിക്കാം, എന്തൊക്കെ ചോദിക്കാൻ പാടില്ല എന്നീ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകം കയ്യെഴുത്ത് കൃതി, ഒറിജിനൽ കയ്യെഴുത്ത് കൃതി വരേക്കും മദീനയിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയത് മദീനയിലെ ലൈബ്രറിയൊക്കെ സാധാരണ ലൈബ്രറിയാണോ? അല്ല, അസാധാരണ ലൈബ്രറികൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ള മലിക് അബ്ദുൽ അസീസ് ലൈബ്രറിയുടെ അകത്ത് ചെന്നാൽ അഞ്ചോളം നുസ്ഖകൾ, കോപ്പികൾ അവിടെ കാണാം, വ്യത്യസ്ത കോപ്പികൾ.
റസൂല് പറയുന്നു, ഖുദ്സിയ ഹദീസിൽ അള്ളാഹു പറയുന്നതായിട്ട്, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ റബ്ബ് പറയുന്നതാണ്, ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. ഇത് എന്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. അഥവാ അടിമ ആദ്യം പറഞ്ഞതായ ഭാഗം എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രമാണ് ആരാധനകൾ, നിന്നോട് മാത്രമാണ് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ സഹായാർത്ഥനകൾ, അല്ലേ? ഇതാർക്കുള്ളതാണ്? ആരോടെ പറ്റുള്ളൂ? അള്ളാഹിനോട് മാത്രം. അത് അള്ളാഹ്ക്കുള്ളതാണ്. പിന്നെ അടിമക്കുള്ള ചോദ്യം എന്താണ്? ഇവിടെ മുതൽ, അതാണ് ഫാത്തിഹയിൽ ഇവിടം വരെ അള്ളാഹിനെ കുറിച്ചാണ്, അള്ളാഹിന്റെ പ്രത്യേകതകൾ, അള്ളാഹുവിന്റെ വാഴ്ത്തലുകൾ, പുകഴ്ത്തലുകൾ, അതൊക്കെയാണ് ഇതുവരെ നടന്നത്. ഇവിടെ മുതൽ പകുതിയായി ഫാത്തിഹയുടെ. അതിനപ്പുറം എന്താണ്? ഇയ്യാക നസ്തഈൻ, ഞങ്ങളുടെ സഹായാർത്ഥന, ഇയ്യാക നഅ്ബുദു നിനക്ക് മാത്രം എന്ന പ്രാർത്ഥന, അത് പകുതി. ഇയ്യാക നസ്തഈൻ അത് അടിമകൾക്കുള്ളതാണ്. അതെന്താണ്? റബ്ബേ, എൻ്റെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം. ആരാധന നിനക്ക് ഞങ്ങൾ നൽകുന്നു. നിന്നോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കൂല, നിനക്കല്ലാതെ ആരാധനയില്ല, നിന്നോടല്ലാതെ തേട്ടമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം നീ പരിഹരിക്കണം റബ്ബേ. ആർക്കും, ഒരു മനുഷ്യന്, ഞങ്ങളുടെ നാട്ടുകാരൻ, കാസർഗോഡുകാരൻ, ഇവിടെ മദീനയിൽ ഒരു 30 കൊല്ലം മുമ്പ് ഞാൻ കണ്ടു. അദ്ദേഹത്തോട് ഞാൻ ക്ലാസ്സിനെ കുറിച്ചൊക്കെ വിവരിച്ചു കൊടുത്തു. അദ്ദേഹം എൻ്റെ അന്ന് പരിചയമില്ലാത്ത മനുഷ്യനായിരുന്നു. ഒരു ബക്കാലയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ എവിടെയാണെന്ന് അറിയുന്നില്ല. അള്ളാഹു നമ്മൾ നട്ട് മരിച്ചു പോയവർക്ക് പുറത്തു കൊടുക്കട്ടെ, നമ്മൾ ജീവിച്ചവർക്കുള്ള രോഗങ്ങളെ മാറ്റട്ടെ. പ്രത്യേകിച്ച് മംഗലാപുരത്തിൽ നിന്നിട്ടും മറ്റൊക്കെ വിളിച്ചു പറഞ്ഞു, രോഗമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സദസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നട്ട് രോഗമുള്ളവർക്കെല്ലാം അവരുടെ പരിപൂർണ്ണ ആരോഗ്യം അവർക്ക് അള്ളാഹു നൽകട്ടെ. പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടി മരണം വരെ ജീവിക്കാനും മരണം വരെ സേവിക്കാനും, അഥവാ ഇസ്ലാമിനെ സേവിക്കുവാനും ഈ മതത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും അവർക്കും നമുക്കും ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ. അപ്രകാരം പലരും വിളിച്ചു പറയുകയുണ്ടായി, സംസാരിക്കുകയുണ്ടായി. ഇവിടെ വെച്ച് ഇതിനു മുമ്പുള്ള ആഴ്ചകളിൽ നാം പ്രാർത്ഥിച്ച നിങ്ങളെപ്പോലത്തെ സഹോദരന്മാർ അള്ളാഹിന്റെ ഇൽമു പറയുന്ന സദസ്സിൽ നിന്നിട്ട് പ്രാർത്ഥിച്ച, മദീനയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വീകരിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നതിലേക്കുള്ള അടയാളമാണ് ചില ഐസിയുവിലുള്ളതായ സുഹൃത്ത് ഡിസ്ചാർജായി സുഖത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് ഇവിടെ നിങ്ങൾ നട്ട് ചിലർ വിളിച്ചു പറഞ്ഞു. അതൊക്കെ യഥാർത്ഥത്തിൽ നാം സന്തോഷിക്കേണ്ട ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നട്ട് മരിച്ചവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരോടൊപ്പം നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മൾ എന്നിട്ട് ജീവിച്ചിട്ടുള്ളവരെന്നിട്ട് രോഗമുള്ളവരാണെങ്കിൽ അവരുടെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അതെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഹസർ വരെ തെറ്റിപ്പിച്ചിട്ട് ജൂതന്മാർ കാട്ടിയതുപോലെ, ജൂതന്മാരെന്താ കാട്ടിയത്? തൗറാത്തിന്റെ അർത്ഥം മാറ്റിവെച്ചു, അവരുടെ ഇഷ്ടാനുസരണം അർത്ഥം വെച്ചു എന്നതുപോലെ ഇന്ന് വരെ ഉമ്മത്ത് മുഹമ്മദിൽ നിന്നിട്ട് കൊള്ളുന്ന ഒരു ഇമാമും പറയാത്ത അർത്ഥം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ചിലരാണ് അർത്ഥം വെച്ചത്. അതെങ്ങനെ? അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, അപ്പോൾ അള്ളാഹു അല്ലാത്തവരെയോ അവരോട് പ്രാർത്ഥിക്കാം എന്ന അർത്ഥം വെക്കുന്ന രൂപത്തിൽ ഈ മാത്രം എന്നുള്ള പദം കട്ട് ചെയ്തിട്ട് അർത്ഥം വെച്ചു. അത് തഫ്സീറായി പരിഭാഷയായി ഇറങ്ങുകയും ചെയ്തു. കേരളത്തിലുള്ള പരിഭാഷകളെക്കുറിച്ച് ഞാൻ നിരൂപണം നൽകിയും കൊണ്ട് എഴുതിയ പുസ്തകത്തിൽ ആ പുസ്തകത്തെക്കുറിച്ച് നിരൂപണം നൽകിയിട്ടുണ്ട്. അള്ളാഹുലേക്ക് ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. ഇതിനപ്പുറമുള്ളതൊക്കെ അടിമ ആവശ്യപ്പെടുന്നതാണ്. ആരോട്? റബ്ബിനോട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് റബ്ബിയോട് എന്ത് പറഞ്ഞു? വഇദാ ഖാല, അടിമ പറഞ്ഞാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ചൊവ്വായ പാതയിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ രക്ഷിതാവേ. ഏതാണ് ചൊവ്വായ പാത? നീ അനുഗ്രഹിച്ചവരുടെ പാത, നീ കോപ്പിച്ചവരുടെ പാതയല്ല, വഴിവഴച്ചവരുടെയും പാതയല്ല. നീണ്ട ഹിസ്റ്ററികളിലേക്കാണ് ആ സംഭവം. നമ്മുടെ മുർസലുകളുടെ അല്ലാഹു പറയുന്ന മുർസലുകളിലേക്ക് സൂചന, ഉമമകളിലേക്ക് സൂചന, മഹാത്മാക്കളിലേക്ക് സൂചന, നശിക്കപ്പെട്ടവരിലേക്ക് സൂചന, ജൂതന്മാരിലേക്ക് സൂചന, ക്രിസ്ത്യാനികളിലേക്ക് സൂചന, ഇവകളിലേക്കെല്ലാം സൂചനയാണ് യഥാർത്ഥത്തിൽ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയുന്നതാണ്, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അടിമ ആവശ്യമുള്ളത് എന്നോട് ചോദിച്ചു കഴിഞ്ഞു. അടിമക്ക്
ലിഅബ്ദി മാ സഅൽ, ആ ചോദിച്ച ചോദ്യമെല്ലാം അള്ളാഹുവിൽ നിന്നിട്ട് മറുപടിയായി ലഭിക്കുക തന്നെ ചെയ്യും, റബ്ബിന്റെ വാഗ്ദാനം. അപ്പോൾ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിച്ചു കഴിഞ്ഞാലേ ആള് വിജയിച്ചു, ആള് മാറി, ആള് ചേഞ്ചായി. അപ്പോൾ നാം എന്താ നിസ്കരിച്ചിട്ട് ചേഞ്ച് ആകുന്നില്ല? നിങ്ങളെക്കുറിച്ചല്ല, ഇന്ന് നിസ്കരിക്കുന്നവരുടെ നിസ്കാരം മഹാനായ മഹാത്മാക്കളായ സഹാബാക്കൾ എന്നിട്ട് പലരും പറഞ്ഞതുപോലെ അല്പം മുമ്പ് പറഞ്ഞല്ലോ. എന്താണ്? ഒരു പള്ളിയിൽ 40 ആൾ നിസ്കരിച്ചാൽ ഒരാൾ പോലും എന്തില്ല, നിസ്കരിച്ചെന്ന് പറയാൻ പറ്റുന്ന ആളില്ല എന്ന ശൈലി പണ്ട് തന്നെ അബൂദർദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്. അബൂദർദ ഹദീസിൽ നാം കേട്ടു, നാം പറഞ്ഞു, ചരിത്ര ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഞാൻ കമ്പ്യൂട്ടരീകരിക്കുന്ന യുഗത്തിൽ പല നേതാക്കളുടെ ഹിസ്റ്ററികൾ വിട്ടുകിടന്നു. അതിൽ നിങ്ങളെ ഓർമ്മ പുതുക്കാനും അതേ സമയത്ത് ക്ഷീണം മാറ്റാനുമാവട്ടെ, ഒരു സലഫ് സാലിഹ്യങ്ങളിൽ നിന്നിട്ട് നമ്മുടെ ഹിസ്റ്ററി ഗ്രന്ഥത്തിൽ കമ്പ്യൂട്ടരീകരിക്കുന്ന യുഗമാകുന്ന 25 കൊല്ലം മുമ്പ് നടന്നതാണത്. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു പണ്ഡിതനെക്കുറിച്ച് അൽ ഇമാമു ദക്കി എന്ന് എഴുതി കണ്ടു. അൽ ഇമാമു അൽ ദക്കി, അതിബുദ്ധിശാലിയായ ഇമാം. ഞാനത് കുറിച്ചു, ആരാണ് ഈ അതിബുദ്ധിശാലി? നോക്കുമ്പോൾ അദ്ദേഹം ഷാമിൽ താമസിക്കുകയാണ്. അവിടെ റമദാൻ മാസം ആഗതമായി. അപ്പോൾ മൂപ്പർ റമദാനിൽ എന്ത് ചെയ്തു? ഖുർആൻ ഓതാണ് ഇമാമായും കൊണ്ട്. അയാൾ എന്നിട്ട് ദർനി ഒമൻ ഖലഖ്തു വഹീദാ വജഅൽതു ലഹു മാലൻ മംദൂദാ വബനീന ശുഹൂദാ വമഹദതു ലഹു അല്ലേ അങ്ങനല്ലേ? ആ ആയത്തിലേക്ക് എത്തി, ആ സൂറത്തിലേക്ക് എത്തിയപ്പോൾ അയാൾ ചാടിക്കളഞ്ഞു. തൊട്ട സൂറത്തോതി, ആ സൂറത്തോതിയില്ല. എൻ്റെ സദസ്സിൽ അന്ന് മഹാവിജയം കൈവരുത്തിയും കൊണ്ട് മുസ്ലിങ്ങളുടെ നേതാവും അള്ളാഹുവിൻ്റെ വാളാണെന്ന് റസൂലുള്ള വിശേഷിപ്പിച്ചതായ സൈഫുല്ലാഹിൽ മസ്ലൂൽ ഖാലിദ് ഇബ്നു വലീദ് കമാൻഡർ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നിസ്കരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് അന്ന് മഹാവിജയം കൈവരുത്താൻ പറ്റിയ ദിവസമാണ് അന്നത്തെ ദിവസം. ആ ദിവസത്തിൽ ഖാലിദ് ബാക്കിൽ നിസ്കരിക്കുമ്പോൾ ഖാലിദിൻ്റെ വാപ്പയെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാ ആക്ഷേപമാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അത് ആ സന്ദർഭത്തിൽ ഈ വിജയം കൈവരുത്താൻ പറ്റിയ സന്ദർഭത്തിൽ അത് അദ്ദേഹത്തിന് കേൾപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് തൊട്ട സൂറത്തിലേക്ക് മൂപ്പര് ചാടി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിൽ കുറിക്കപ്പെട്ടു. അൽ ഇമാമു ദക്കി, അതിബുദ്ധിശാലിയായ ഇമാം എന്ന്. മനസ്സിലായില്ലേ? അതുപോലെ വേറൊരു ഇമാമ്, അതും ഹദീസ് റിപ്പോർട്ടർമാർ തന്നെ, വേറൊരു ഇമാമ് അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നമസ്കരിച്ചവരൊക്കെ വീട്ടിലേക്ക് വരാൻ ക്ഷണിക്കാൻ വേണ്ടി നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു, അതുകൊണ്ട് നീ പള്ളിയുടെ പുറത്ത് നിൽക്കുക, എന്നിട്ട് നിസ്കരിച്ചവരൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു? നിസ്കരിച്ചവരെ ക്ഷണിക്കാമെന്ന് തീരുമാനിച്ചു. വാപ്പ പോവുകയും ചെയ്തു വീട്ടിലേക്ക്. പള്ളിയിൽ നിന്നിട്ട് ജനങ്ങൾ പുറത്തിറങ്ങാൻ ആരംഭിച്ചപ്പോൾ ഓരോ വ്യക്തിയോടും ചോദിച്ചു, എന്താണ് ഇമാം ഒന്നാമത്തെ റക്അത്തിൽ ഓതിയത്? മറുപടി കിട്ടി. രണ്ടാമത്തെ റക്അത്തിലോ? കിട്ടി. പോയിക്കോ, വാപ്പ വിളിക്കാണെന്ന് പറഞ്ഞു. 2 ആളോടും 3 ആളോടും പലരോടും ചോദിച്ചു. എന്നിട്ട് അവസാനം കുറച്ച് വളരെ ചുരുക്കം പേരെ വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടിയുള്ളൂ, ബാക്കി ആരും കിട്ടിയില്ല. വാപ്പയാണെങ്കിൽ ഇത് പറഞ്ഞിട്ടില്ല താനും. വാപ്പ ചോദിച്ചു, എവിടെയാണോ പള്ളി നിറയെ ആളുണ്ടായിരുന്നല്ലോ, ആളെ കാണാനില്ലല്ലോ, ആളുകളെ ഒന്നും കാണാനില്ലല്ലോ. പറഞ്ഞു, വാപ്പ നിങ്ങൾ പറഞ്ഞ് നിസ്കരിച്ച ആളെ കൊണ്ടുവരാനല്ലേ, നിസ്കരിച്ചവർ ഇവരാണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെയും കഥ. മനസ്സിലായല്ലേ? അതുകൊണ്ട് ഈ ആയത്തിൻ്റെ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ പിന്നെ വ്യഭിചരിക്കാൻ നിൽക്കുമോ, കക്കാൻ നിൽക്കുമോ, അതൊക്കെ പോട്ടെ, വലിയ വലിയ തെറ്റല്ലേ. ഈ അശ്ലീലം കാണാൻ നിൽക്കുമോ? നമുക്ക് ചെയ്യാൻ സാധാരണ സാധ്യതയുള്ളൊരു തെറ്റല്ലേ അശ്ലീലം. നെറ്റിലൂടെ, വെബ്സൈറ്റിലൂടെ അശ്ലീലം നെറ്റിലൂടെയും ഫിലിമിലൂടെയും സെക്സിലൂടെയും സാധാരണ തെറ്റാന്നാണ് മനസ്സിലാക്കിയത്. സുബ്ഹാനല്ലാഹ്, അല്ല, ഒരിക്കലുമല്ല. പരലോകത്തിൽ അത് തന്നെ പറയേണ്ട ക്ലാസ് നമുക്ക് വേറെ വിശദീകരിക്കാൻ ടൈമില്ല. പരലോകത്തിൽ എന്ന ആയത്ത് പോലത്തതായ വിശാലമായ ആയത്തുകളൊക്കെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നാം ഞെട്ടിപ്പോകും, പ്രയാസപ്പെട്ടു പോകും. ഹൃദയത്തിൻ്റെ അകത്ത് തട്ടാൻ മാത്രമുള്ള ആയത്തുകളൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാ യകൂനു മിൻ ശഅനിൻ വലാ മാ യകൂനു ഫീ ശഅനിൻ
وما تقرؤون من كتاب അല്ലേ وما تكون في شأن وما تتلو منه من قرآن ولا تعملون من عمل إلا كنا عليكم شهودا إذ تفيضون فيه وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. നീ എന്ത് ചെയ്യുകയാണെങ്കിൽ, നീ അതിൽ തന്നെ മുഴുകുന്ന വേളയിൽ എന്ത് കാണുകയാണെങ്കിൽ, എന്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, നന്മ ചെയ്യുകയാണെങ്കിൽ, തിന്മ ചെയ്യുകയാണെങ്കിൽ, ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ, നാം അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് റബ്ബ് നിന്നെ കാണണമെന്ന് നിനക്ക് ബോധ്യമുള്ള ആളായി നീ ജീവിച്ചു, എന്നാൽ നിനക്ക് അങ്ങനെ തന്നെ മരിക്കാം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അശ്ലീലത്തിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ട. പണ്ടൊക്കെ കേൾക്കാറുണ്ടായിരുന്നു, ഒരു 30 കൊല്ലം മുമ്പൊക്കെ കേരളത്തിലൊക്കെ കേട്ട, അന്നും നെറ്റില്ല, ചവറ്റ് കൊട്ടയില്ല, ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ കേട്ട് എന്ത് ടാക്കീസിൻ്റെ അകത്ത് വെച്ചിട്ട് ടാക്കീസ് തകർന്നപ്പോൾ കുറേ ആൾ മരിച്ചു. അപ്പോൾ ടാക്കീസ് ഷഹീദന്മാർ, ആജിമാരെ ടാക്കീസ് ഷഹീദന്മാർ, അങ്ങനെയൊക്കെയാണ്. കള്ളു ഷാപ്പ് ഷഹീദന്മാർ, കള്ളു ഷാപ്പിൽ വെച്ച് മരിക്കുന്നവർ, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സ്വന്തം മണിയറയിൽ ഇരുന്നു കൊണ്ട് നെറ്റ് തുറന്ന് വെച്ചുകൊണ്ട് അശ്ലീലം കാണുന്നു. ആരും കാണൂലാന്ന വപ്പ്. സുബ്ഹാനല്ലാഹ്. പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിട്ടുകൊടുത്തില്ല. റസൂലാണ് എല്ലാം പറയാ. ഈ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹ് തന്നെ ഏറ്റെടുത്തു. എൻ്റെ അടിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് റബ്ബ് സംസാരിച്ചതൊക്കെ. നിങ്ങൾ കേട്ടില്ലേ? ഖുദ്സി ഹദീസിലാണ്. എൻ്റെ അടിമ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, എൻ്റെ അടിമ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും. അള്ളാഹ് തന്നെ അടിമയോട് പറയാണ്. സുബ്ഹാനല്ലാഹ്. എന്തേ? ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ, എന്തേ? ഗ്രഹിക്കാൻ വേണ്ടി തന്നെ, എന്തേ? മനസ്സിലാക്കാൻ വേണ്ടി തന്നെ, എന്തേ? ആ ഫാത്തിഹയ്ക്ക്, ആ നമസ്കാരത്തിന് നൽകേണ്ടതായ പ്രത്യേകതകൾ നൽകിക്കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി തന്നെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ അവരുടെ നിസ്കാരത്തിൽ അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നു. ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു. സുജൂദിൽ വെന്തുരുകി അള്ളാഹുവിനോട് പ്രയാസപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കിട്ടുന്നു. നാമോ പ്രാർത്ഥിക്കുന്നു, പക്ഷേ മറുപടിയില്ല. എന്തേ? ഒന്നാമത് ഹറാം കടന്നു കാണും, ഹറാം പള്ളയിൽ കടന്നു കാണും. അയ്യുമാ ലഹമിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതെങ്കിലും മാംസം വളർന്നത് ഹറാമിലൂടെയാണെങ്കിൽ നരകത്തിൽ കടക്കൽ നിർബന്ധമാണ്. അപ്രകാരം ഹറാമ് പ്രവേശിച്ചവന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന കാര്യത്തിൽ പ്രയാസമുണ്ട്. തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് അല്ലാഹ് അടുപ്പിച്ചാലല്ലാതെ രക്ഷയില്ല. അപ്രകാരം അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന ആ മഹാ ഉദ്യോഗം, ആ മഹാ ഡ്യൂട്ടി, നന്മ കണ്ടാൽ നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സാധിക്കുമെങ്കിൽ പ്രയാസപ്പെടുത്താതെ, അപകടമില്ലാക്കാതാക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ, ഇസ്ലാം ഉദ്ദേശിച്ചതായ മാധ്യമങ്ങൾ കൈകൊണ്ടുകൊണ്ട്, പൊട്ടിത്തെറിയിലൂടെയല്ല, പൊട്ടിപ്പുറപ്പടിലൂടെയല്ല. ഫ്രഞ്ചിൽ പൊട്ടിത്തെറി ഉണ്ടാക്കിയല്ലോ. റസൂലുള്ളാഹിനോട് നമുക്ക് സ്നേഹമില്ലേ? സൗദി ഗവൺമെന്റ് സ്നേഹമില്ലേ? അതെ. പക്ഷേ റസൂലുള്ളാഹിനുള്ള സ്നേഹം, റസൂലുള്ള കർശനമായിട്ട് ആരും അവന്റെ ശരീരത്തെ വധിക്കരുത് എന്ന് റസൂലുള്ളാഹിക്ക് മുമ്പ് ആദ്യം ഖുർആൻ തന്നെ പറഞ്ഞു, ലാ തഖ്സുലു അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വധിക്കരുത്. ഒരിക്കലും പാടില്ല. റസൂലുള്ള വിരോധിച്ച കാര്യം ചെയ്തിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി വാദിക്കാൻ പാടില്ല. പിന്നെ ഫ്രഞ്ചിനെ കുറിച്ച് നിങ്ങൾ അറിയുമോ? നാളെയും പറയാം, ഓർമ്മ വരികയാണെങ്കിൽ. ഫ്രഞ്ചിൽ പൊട്ടിത്തെറി നടന്നു. ചിലർക്ക് വലിയ സന്തോഷം, ഓ എന്താ പൊട്ടിത്തെറി ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താൽ, അവിടെ 12 ആൾ മരിച്ചില്ലേ, റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നവരെല്ലാവരും എന്നൊക്കെ. അതല്ല നാം ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ ഫ്രഞ്ച് ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ന് ഫ്രഞ്ച് പണ്ടത്തെ ഫ്രഞ്ചല്ല. ഇന്ന് ഫ്രഞ്ച് ഇസ്ലാമികമായിട്ട് മുസ്ലിങ്ങൾ വളരെ പുരോഗതിയിൽ ചെല്ലുന്ന നാടാണ്. ഫ്രഞ്ചിൽ ധാരാളം പ്രബോധനങ്ങൾ, ധാരാളം ഇസ്ലാമിക് മർക്കസുകൾ, എനിക്ക് തന്നെ പരിചയമുള്ള പല മൊറോക്കക്കാർ, അതുപോലെ ആൾജീരിയക്കാർ സുഹൃത്തുക്കൾ അവിടെ നിന്ന് വരുന്നവർ പറയാറുണ്ട്. അപ്പോൾ എന്താ വേണ്ടത്? കഴിവിൻ്റെ പരമാവധി യുക്തിയുക്തം ആ ദഅവത്ത് ഇനിയും വിജയിച്ച്
നമ്മുടെ ഡെൻമാർക്കുകാർ പണ്ട് കാർട്ടൂൺ റസൂലുള്ളാഹിക്കെതിരിൽ ഉണ്ടാക്കിയപ്പോൾ അവിടെ പൊട്ടിത്തെറി നടന്നില്ലല്ലോ, ഇല്ല. പിന്നെ അത് സംഭവിച്ചത് കുറച്ച് കാലം കഴിയുമ്പോൾ അവിടുത്തെ ഒരു പാർലമെന്റ് മെമ്പറോ അല്ലെങ്കിൽ നേതാവോ മുസ്ലിമായി ഇവിടെ വന്നു, ഇല്ലേ? നിങ്ങൾ കേട്ടു മുസ്ലിമായി വന്നതായിട്ട്. അപ്പോൾ സമീപനം നല്ലതായി കഴിഞ്ഞാൽ ഈ എഴുതുന്നവർ തന്നെ അത് പിച്ച് ചീന്തി അയാള് ഒരു പള്ളി തകർത്താൻ വേണ്ടി പോയി, ഹോളണ്ടിലോ മറ്റോ, അദ്ദേഹം ഇത് എഴുതിയതായ മനുഷ്യൻ. എന്നിട്ട് ആ പള്ളിയിലാണ് അദ്ദേഹം പിന്നെ എന്ത് ചെയ്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചത്. അങ്ങനെയുള്ള പ്രത്യേകത, അങ്ങനെയുള്ള പുരോഗതി, അങ്ങനെയുള്ള ദഅവത്ത്, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കൂടെ ഭരണമില്ലാത്ത കാലത്തോളം സൗദി അറേബ്യ അല്ലാത്ത നാടുകളിൽ അതൊക്കെ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതായ വിഷയമാണ്. ഖുർആൻ പറയുമ്പോൾ, സുന്നത്ത് പറയുമ്പോൾ, നമസ്കാരം പറയുമ്പോൾ നാം നമ്മുടെ മതം പ്രചരിപ്പിക്കേണ്ട ശൈലി അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ അതും കൂടി ഉൾക്കൊള്ളണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സോറി, ക്ഷമിക്കണം, ഞാൻ അത് നീട്ടിപ്പോയി. വാഗ്ദാനത്തിനെതിരിൽ സാധാരണ നമ്മൾ പറയൽ 12 മണിക്ക് നിർത്തുമെന്നാണ്, പക്ഷെ തുടങ്ങാൻ വളരെ താമസിച്ചിട്ടുമുണ്ട്. അപ്പോൾ വിഷയം പരിപൂർണമാക്കാനുള്ള സമയമില്ല. പിന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന ചോദ്യവുമാണ് സാധാരണ സോക്സിനെ കുറിച്ച്, സോക്സിൻ്റെ മീൻ തടകാൻ പാടുണ്ടോ ഇല്ലേ എന്ന വിഷയം. അത് മക്ക മദീന ഇമാമ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചർച്ച ചെയ്ത വിഷയവുമാണ്. എങ്കിലും ചോദ്യത്തിന് മറുപടി എന്നോണം പലപ്പോഴും പറയേണ്ടി വരുന്നു ഈ ദിവസങ്ങളിൽ. അതെ, നിർബന്ധിതാവസ്ഥയിൽ തണുപ്പ് സഹിക്കാൻ പറ്റാത്തവർക്ക് ഇടക്കിടക്ക് അഴിക്കേണ്ടി വരുന്നു, അത് പ്രയാസമാണ് എന്ന് തോന്നുകയാണെങ്കിൽ കട്ടിയുള്ളതായ സോക്സാണ് ഒതുവോടുകൂടി ധരിച്ചതെങ്കിൽ നാട്ടിൽ 24 മണിക്കൂറും അതേപോലെ യാത്രയിൽ 3 ദിവസവും അതിൻ്റെ മീതെ ഒതു പിടിക്കുന്ന സന്ദർഭത്തിൽ തടകിയാൽ മതി. തടകേണ്ടത് താഴെയല്ല, ദീൻ ബുദ്ധി കൊണ്ടാണെങ്കിൽ അലി പറയുന്നു, ബുഖാരിയിലാണ് ഹദീസ്, കുഫയുടെ മീതെയല്ലായിരുന്നു തടകേണ്ടത്, താഴെയായിരുന്നു. പക്ഷേ ദീൻ ബുദ്ധി കൊണ്ട് സ്ഥാപിക്കപ്പെടുന്നതല്ല, ദീൻ നിയമത്തിൻ്റെ പിന്നിൽ ചലിക്കുന്നതായ മതമാണ്. ഖുർആൻ എന്ത് പറഞ്ഞു, സുന്നത്ത് എന്ത് പറഞ്ഞു എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. എന്നതുകൊണ്ട് തന്നെ കുഫയുടെ മീതെയാണ്, താഴെയല്ല തടകേണ്ടത്. എവിടെയാണ് തടകേണ്ടത്? സോക്സിൻ്റെ മീതിയാണ് തടകേണ്ടത്, താഴെയല്ല, കാലിൻ്റെ താഴെയല്ല. അങ്ങനെയാണ്. പിന്നെ ധരിച്ചതായ ഹുഫ് അല്ലെങ്കിൽ സോക്സ് അത് ജോറോബിൻ്റെ സ്ഥാനത്താണെന്നാണ് ആധുനിക പണ്ഡിതന്മാരുടെ നിഗമനം. ആ ഖിയാസാക്കിയിട്ട് തടകാൻ ആദ്യം ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ മുഗീറത്ത് ബിൻ ശുഅബയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും തടകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഒതോടുകൂടി ധരിക്കണം, കട്ടിയുള്ളത് ധരിക്കണം. ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തേമം ചെയ്യുന്നതായ സന്ദർഭം വരികയാണെങ്കിൽ എന്ത് വേണ്ടി വരും? കാല് കഴുകണം. കഴിഞ്ഞ ഉച്ചക്കുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വലിയ അശുദ്ധി ഉണ്ടല്ലോ, അതിന് എന്തു പോരാ? കുഫയുടെ മീതെ തടകിയാ പോരാ. വലിയ അശുദ്ധിക്ക് കുഫയുടെ മീതെ അല്ലെങ്കിൽ സോക്സ്, കട്ടിയുള്ള സോക്സിന്റെ മീതെ തടകിയാൽ പോരാ. വലിയ അശുദ്ധി ഉണ്ടായാൽ എന്ത് വേണം? അഴിക്ക് തന്നെ വേണ്ടി വരും. എന്നിട്ട് പുതുതായിട്ട് കൊതുവോടുകൂടി പരിപൂർണമായി കുളിയോടുകൂടി കഴുകുകയും വേണം. അങ്ങനെ ഈ വിഷയത്തിൽ സംശയമുള്ളവർക്ക് എന്തുണ്ട്, നിങ്ങളുടെ കൂടെ ഇത് തണുപ്പാണ്, തണുപ്പ് കാലമാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. മദീനയുടെ യഥാർത്ഥ തണുപ്പ് ഇപ്പോൾ എന്നിട്ടും വന്നില്ല. പണ്ട് പറഞ്ഞ ഒരു 35-40 കൊല്ലം മുമ്പൊക്കെ ഞാൻ മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോൾ അന്നുള്ള മലയാളി വിദ്യാർത്ഥികളോടൊപ്പം ഞങ്ങളുടെ വീട് തന്നെ മദീനത്തെ പള്ളിയുടെ ബാബുസലാമിൻ്റെ തൊട്ട് തന്നെയായിരുന്നു ഞങ്ങൾ റമളാൻ മാസത്തിൽ പ്രത്യേകിച്ച് വീട് വാടക എടുക്കാറുള്ളത്. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ താമസ സ്ഥലം ഉള്ളതോടുകൂടി ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കണം കൃത്യമായി എന്ന നിർബന്ധമുള്ളതായ 10-30ഓളം മലയാളികൾ അന്ന് ജീവിച്ചിരുന്നു. അവരുടെ പ്രേരണ കാരണത്താൽ ഞങ്ങൾ താമസിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ കാണുന്ന വസ്ത്രങ്ങളൊന്നുമല്ല, പിന്നെയോ അതോടൊപ്പം എന്താ പറയാ, ഉളൻ കൊണ്ടുള്ളതായ പുതപ്പ് പൊതിച്ചിട്ടാ പോവാ. അത്രയും തണുപ്പായിരുന്നു അന്നത്തെ യുഗം. ഇന്ന് അങ്ങനെയുള്ള തണുപ്പൊന്നുമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് തണുപ്പ് കാലഘട്ടത്തിൽ ഇത് തുറന്നാൽ, എന്താ പേര്, ടേപ്പ് തുറന്നാൽ വെള്ളം ഇറങ്ങൂല, സെൽജായിരിക്കും.
ഇപ്പോഴൊക്കെ നല്ല എന്തേ പെട്രോളുകൾ വർദ്ധിച്ചു, പെട്രോൾ കൊണ്ട് ഉപയോഗിക്കുന്നതായ യന്ത്രങ്ങൾ വർദ്ധിച്ചു, കാറുകൾ വർദ്ധിച്ചു, പല കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. തണുപ്പുള്ള കാലഘട്ടങ്ങളിൽ ഒതു പിടിച്ച് കഴിയുമ്പോൾ, പരിപൂർണമായ ഒതു പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കാല് തടകേണ്ട സന്ദർഭത്തിൽ ഒതോടുകൂടി ധരിച്ചതായ സോക്സ് ആണെങ്കിൽ അതിൻ്റെ മീതെ തടകുന്നത് കൊണ്ട് എന്തില്ല, തെറ്റില്ല എന്നതാണ് വെപ്പ്. അതിന് തെളിവുണ്ട്. അത് ഖിയാസായിട്ട് കുഫയോട് ഖിയാസാക്കിയിട്ടാണ് പറച്ചൽ. ഇതുവരെ പറഞ്ഞതിനെ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ അടിമകളായി വർത്തിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പ്രയാസമുള്ള പ്രയാസത്തെ അകറ്റട്ടെ, ബുദ്ധിമുട്ടുകളെ നീക്കട്ടെ, കടമകളുടെ കടങ്ങളെ വീട്ടട്ടെ. നാട്ടിലേക്ക് നിർബന്ധിതാവസ്ഥയിൽ പോകേണ്ടി വരുന്നവർക്കൊക്കെ വീണ്ടും പുതിയ വിസ ഉണ്ടാക്കിയിട്ട് മടങ്ങി വരാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ എൻ്റെ ശബ്ദ നെറ്റിൽ കൂടി കേൾക്കുന്ന അല്ലെങ്കിൽ റേഡിയോയിൽ കേൾക്കുന്ന സഹോദര സഹോദരിമാർ എന്നിട്ട് ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലാഹു അതിനും തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിച്ച് അവരുടെ ശഫാഅത്ത് പരലോകത്തിൽ ഉൾക്കൊള്ളാൻ ഭാഗ്യം കിട്ടുന്നതായ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തട്ടെ. ആ കൂട്ടത്തിൽ മാതാപിതാക്കൾ, ജ്യേഷ്ഠാന്യന്മാർ, പെങ്ങന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരെല്ലാവരും അള്ളാഹു ഉൾക്കൊള്ളിക്കട്ടെ. റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് മുതൽ ഇന്നക ഹമീദും മജീദ് വരേക്കുള്ള അത്തഹിയാത്തുള്ള സലാത്താണ് ചെല്ലേണ്ടത്. എന്നല്ലാതെ മനുഷ്യനിർമ്മിതമായ നാരിയ, നൂരിയ, ഷംസിയ, ഖമരിയ, സമദിയ എന്നൊക്കെ പറയുന്ന ധാരാളം അനിസ്ലാമിക സലാത്തുകൾ, ഇസ്ലാം അനുവദിക്കാത്ത സലാത്തുകൾ കേരളത്തിലും ലോകത്തിലും ആസകലം വ്യാപകമായി കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് റസൂലുള്ളാഹിന്റെ സുന്ദരമായ വായിൽ നിന്നിട്ട് സഹാബാക്കൾ കേട്ടതല്ല. അതുകൊണ്ട് അത്തരം സലാത്തുകൾക്ക് പകരം നാം ചെല്ലാൻ മനക്കെടേണ്ടത് റസൂലുള്ളാഹി ശറഫാക്കപ്പെട്ട വായയിൽ നിന്നിട്ട് സഹാബാക്കൾ കേട്ടതായ സലാത്താണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് അത്തഹിയാത്തുൽ നാം ഓതുന്നതായ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അവസാനം വരെ എല്ലാവർക്കും അറിയുന്നതായ സലാത്താണ്. ആലി മുഹമ്മദിനെ കൂട്ടണം. വെറും അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് മാത്രം പറഞ്ഞാൽ പോരാ. അല്ലാഹു നമ്മുടെ സദുദ്യമങ്ങൾ വിജയിപ്പിക്കട്ടെ. ഇനിയും ഭാവിയിൽ ഇത്തരം ഒരുമിച്ച് കൂടൽ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ. ഏറ്റവും പ്രധാനമായി നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാനുള്ളത് നാം കേൾക്കുന്ന ഉപദേശങ്ങളെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടുന്ന് പോകുന്നവർക്ക് വീണ്ടും ഈ നാട്ടിൽ വരുവാനും ഈ നാട്ടിൽ ജീവിക്കുവാനും ഉള്ളതായ ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും നൽകട്ടെ. പ്രയാസങ്ങൾ അകറ്റട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.